SS തുടങ്ങിയോ? സ്റ്റാർട്ട്. ഡിസ്ക്ലെയിമർ: ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന അതിഥികൾ, മത്സരാർത്ഥികൾ, പ്രേക്ഷകർ, മറ്റു വ്യക്തികൾ അവതാരകർ എന്നിവർ പ്രകടിപ്പിക്കുന്ന ആംഗ്യങ്ങൾ, പ്രസ്താവനകൾ, വിമർശനങ്ങൾ എന്നിവ അവരുടെ മാത്രം അഭിപ്രായങ്ങളാണ്. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന പ്രേക്ഷകർ, മത്സരാർത്ഥികൾ പ്രകടിപ്പിക്കുന്ന കാഴ്ചപ്പാടുകൾ, ആംഗ്യങ്ങൾ എന്നിവ അവരുടെ മാത്രം അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളാണ്. ഈ പരിപാടിയിൽ ഉള്ളടക്കം ഒരു വ്യക്തികളെയോ തൊഴിലിനെയോ മറ്റ് സ്ഥാപനങ്ങളെയോ ഹനിക്കുവാൻ ഉദ്ദേശിച്ചുള്ളതല്ല. മഴവിൽ ടീമോ ക്രൂ മെമ്പേഴ്സോ ഒന്നും യാതൊരുവിധ ഫേവറിസവും ഒരു കണ്ടസ്റ്റന്റിനോടും ഇവിടെ കാണിക്കുന്നില്ല. വെൽക്കം ടു മഴവിൽ ബിഗ് ബോസ് സീസൺ 1 പ്രസന്റഡ് ബൈ ടീം മഴവിൽ. ഞാൻ നിങ്ങളുടെ ആരുയി, എന്നോടൊപ്പം ശ്രീരാജേട്ടൻ ആൻഡ് ധനേഷ്. അപ്പോ ഇന്ന് നമ്മൾക്ക് ഏറ്റവും സന്തോഷം നിറഞ്ഞതും അതുപോലെ തന്നെ വിഷമം നിറയ്ക്കുന്ന ഒരു ദിവസമാണ്. നമ്മുടെ വീക്കെൻഡ് എപ്പിസോഡ് ലാസ്റ്റ് എപ്പിസോഡാണ്. നമ്മുടെ അവസാന എപ്പിസോഡ് മാത്രമല്ല, നമ്മുടെ കൂടെ നിന്ന് വീണ്ടും ലിജോ മ്യൂട്ടി. അപ്പോ നമ്മളുടെ ഒരു ജേണി, നമ്മുടെ ലോക ചരിത്രത്തിൽ തന്നെ ആദ്യമായി ഒരു ഓൺലൈൻ വാട്സപ്പിൽ ഒരു ബിഗ് ബോസ് തുടങ്ങി. ഇന്ന് നമ്മളിപ്പോ അതിന്റെ ലക്ഷ്യത്തിലേക്ക് എത്തിവന്ന് നിൽക്കുന്ന ഒരു സമയമാണ്. നമുക്ക് ഒരുപാട് സന്തോഷം. നമുക്ക് നമ്മുടെ ജേണി തുടങ്ങി ഇവിടം വരെ നമ്മൾ എത്തിയതില്, നിങ്ങളും ഞങ്ങളും ഒരുമിച്ചുള്ള യാത്ര ഇവിടെ എത്തിയതില് ഒരുപാട് സന്തോഷമുണ്ട്. അത് മാത്രമല്ല, നമ്മൾ ലക്ഷ്യത്തിൽ എത്തുന്നതിനനുസരിച്ച് നമ്മുടെ കൂടെയുള്ള ഓരോരുത്തരും ഇവിടെ നിന്ന് പടിയിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് വിഷമം ഉണ്ടാക്കുന്നതുമാണ്. അപ്പൊ നമുക്ക് കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. വെൽക്കം ടു ദ ഷോ ശ്രീരാജേട്ടൻ ധനീഷ്. ഹലോ, നമസ്കാരം, വന്ദനം, വണക്കം. ഞാൻ നിങ്ങളെ സ്വന്തം ധനീഷ് കൃഷ്ണൻ. അപ്പം ഒരു 28 ദിവസം നമ്മൾ ഈ ജേർണി തുടങ്ങിയിട്ട് ഒരുപാട് സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. ഈ 28 ദിവസം നിങ്ങൾ ഞങ്ങളെ കൂടെ നിന്നത്. ഈ ഓരോ കണ്ടസ്റ്റന്റ്, നമ്മളിപ്പോ ഇതുവരെ പോയേക്കുന്ന ഓരോ കണ്ടസ്റ്റന്റും നമ്മൾക്ക് എത്രമാത്രം പ്രിയപ്പെട്ടവരാണ് നമ്മൾക്കറിയാം. നമ്മൾ ഓരോ കണ്ടസ്റ്റന്റിനെ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. അവരെ ഓരോ ആറ്റിറ്റ്യൂഡ്, അവരെ ഓരോ ആക്ഷൻസ്, സ്വഭാവം നമ്മൾക്ക് ഇങ്ങനെ കാണാൻ ഒക്കത്തില്ല. പക്ഷെ നമ്മൾക്ക് ഓഡിയോ ത്രൂ നമ്മൾക്ക് മനസ്സിലാവാതെ എന്താ കൺവേ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ട് ഈ 28 ദിവസം. അപ്പൊ ഇത്രയും ദിവസം ഞങ്ങൾക്ക് നിങ്ങളെ പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. സത്യം ഞാൻ എന്റെ ഒരു കാര്യം പറയാം, ഞാൻ നിങ്ങളെ ജേർണിയെ പഠിക്കുകയായിരുന്നു. ഇത്ര ഒരു 28 ദിവസം ഞാൻ നിങ്ങളെ ജേർണിയെ പഠിക്കുകയായിരുന്നു. എങ്ങനെ നിങ്ങൾ ഓരോ കാര്യങ്ങൾ ടാക്കിൾ ചെയ്യുന്നു, ഓരോ കാര്യത്തിന് ഓവർകം ചെയ്യുന്നു. അപ്പൊ ഇത് എന്റെ മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ എങ്ങനെയാ ഇതില് ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്ത് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ നമുക്ക് ശ്രീരാജേട്ടാ, നമുക്ക് ഇവർ ബിഗ് ബോസ് ജേണിയുടെ ഓരോരുത്തരുടെ ഒരു ഗ്രാഫ് കണ്ടാലോ? ഓഡിയൻസിനൊന്ന് കൊടുത്തോട്ടെ. ഓക്കെ, ഓഡിയൻസ് കൊടുക്കും. ഒന്ന് വെയിറ്റ്, ഒരു ചെറിയ ഒരു വെയിറ്റ്. ഓഡിയൻസ് ശ്രീരാജേട്ടാ ഒന്ന് സംസാരിക്കല്ലേ, ഞാൻ പോസ് ചെയ്യണം. ഇല്ല. അപ്പോ ശ്രീരാജേട്ടാ, നമുക്ക് ഇവിടുന്ന് പോയ ഒരാളിൽ നിന്ന് തന്നെ തുടങ്ങാം. ആ ഗ്രാഫ് ജസ്റ്റ് കാണിച്ചിട്ട് തുടങ്ങാം. ആദിത്യ, താരച്ചീറ്റിയുടെ ഗ്രാഫ് ഒന്ന് കാണിക്കാമോ? എല്ലാരും കാണണം കേട്ടോ. പക്ഷെ അത് ഇന്നലെ എടുക്കേണ്ട വിഷയമായിരുന്നു. പക്ഷെ നമുക്ക് ഇന്നലെ സമയം കിട്ടില്ല. 2 മണിക്കൂർ അടുപ്പിച്ച് എപ്പിസോഡ് ചോദിക്കേണ്ടതായിരുന്നു എന്താണെന്ന്. സത്യത്തിൽ താരെ നിർത്തി ചോദിക്കേണ്ട ഒരു വിഷയമായിരുന്നു. സത്യം പറഞ്ഞാൽ ECG പോലും ഇത്ര കൃത്യമായിട്ട് വരത്തില്ല. ഇത്ര കൃത്യമായിട്ട് ഗ്രാഫ് വരയ്ക്കണമെങ്കിലേ ഡോക്ടർമാർക്കേ പറ്റത്തുള്ളൂ. ഡോക്ടർമാർ ഈ ECG മെഷീനെ പോലെ ഇത്ര കൃത്യമായിട്ട് വരത്തില്ല. ഈ ചുരുങ്ങിയ കാലയളവിൽ ഇങ്ങനെയൊക്കെ ഒരു ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവണമെങ്കിൽ എന്തുമാത്രം മുഹൂർത്തം ഉണ്ടായിരിക്കണം. ഹാർട്ട് ബീറ്റോ ECG ആണെന്ന് തോന്നുന്നുണ്ട് അല്ലേ? കറക്റ്റ് ആയിട്ട് വരച്ചിട്ടുണ്ട്. എനിക്ക് സ്കൂളിൽ പഠിച്ച സമയത്തൊക്കെ മറ്റേ ഗ്രാഫ് വരയ്ക്കാനൊക്കെ നല്ല നൈപുണ്യം ഉണ്ടായില്ല. അതുകൊണ്ടാണ്. അപ്പൊ ആ പോയ കണ്ടസ്റ്റനെ കുറിച്ച് സംസാരിക്കേണ്ട, നമുക്കുള്ള കണ്ടസ്റ്റനെ കുറിച്ച് സംസാരിക്കാം. അതവിടെ നിൽക്കട്ടെ. നമുക്ക് ഇന്നലെ ചർച്ച ചെയ്യേണ്ട വിഷയമായിരുന്നു. ഞാൻ പറയാം, പേര് വിളിക്കുന്നതനുസരിച്ച് ആദിത്യ അത് എടുത്തോളൂ. ഇപ്പം അശ്വതിയുടെ ബാച്ച് നമ്പർ അനുസരിച്ചാണോ?
ബാച്ച് നമ്പർ അല്ല, ഞാൻ പേര് വിളിക്കാം. അശ്വതിയുടെ ഗ്രാഫ് ഒന്ന് എടുക്കാവോ? പേര് വിളിച്ചു. അശ്വതിയുടെ ഗ്രാഫ്. ഞാൻ മെൻഷൻ ചെയ്തിരിക്കാം. ആദ്യത്തെ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്തോണ്ടിരിക്കുന്ന ഓഡിയൻസ് അതാ. അപ്പൊ അശ്വതിയുടെ ഒരു ഗ്രാഫ് വരട്ടെ. അശ്വതിയുടെ ഒരു ലൈഫ് എങ്ങനെയുണ്ടായിരുന്നു ലൈഫ് ചെയ്തിട്ടാരാ? അശ്വതിയുടെ ഒരു ബിഗ് ബോസ് യാത്ര എന്ന് പറയുന്നത് നമ്മളെ ആദ്യത്തെ ദിവസം മുതൽ ഇന്ന് വരെ എത്തി നിൽക്കുകയാണ്. അശ്വതിയുടെ ഒരു ഗ്രാഫ് ഫുൾ ഉയർന്നിങ്ങനെ ഇടയ്ക്ക് മാത്രം ചെറിയൊരു അപ്പ് ആൻഡ് ഡൗൺ മാത്രം, ചെറിയ രീതിയിലൊരു അപ്പ് ആൻഡ് ഡൗൺ ആണ് കാണുന്നത്. അശ്വതിയുടെ ബിഗ് ബോസ് ജേണി അശ്വതി വിലയിരുത്തിയിരിക്കും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അശ്വതിക്ക് എന്താ പറയാനുള്ളത്? ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ? ഇതെന്ന് പറഞ്ഞാൽ ഞാൻ കേറിയത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഉയർച്ചയായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം 20 കണ്ടസ്റ്റൻസിൽ ഒരാളായിട്ട് എന്നെ നിങ്ങൾ സെലക്ട് ചെയ്ത് തന്നെ വലിയൊരു, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് തുടക്കം തന്നെ ഒരു ചെറിയൊരു ഉയർച്ച ഞാൻ കാണിച്ചത്. പിന്നെ ഞാൻ കുറച്ച് കുറച്ച് പോയി. പിന്നെ ഞാൻ ആ വീക്കില് എന്റെ ഇൻഡിവിജ്വൽ പെർഫോമൻസ് കുറച്ച് ഞാൻ കൊടുത്തു എന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് വീക്കിൽ ഞാൻ കുറച്ച് ഉയർന്നതായിട്ട് കാണിക്കുന്നു. വീണ്ടും ആ ടാസ്ക് വരുന്നത് വരേക്കും ഞാൻ കോൺസ്റ്റന്റ് ആയിട്ട് പോയത് തന്നെയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. സെക്കൻഡ് വീക്കിലും ബെസ്റ്റ് പെർഫോമിംഗ് ടീമായിട്ട് ഞങ്ങളുടെ ടീം സെലക്ട് ആയപ്പോ ആ ഒരു ഗ്രാഫ് വീണ്ടും ഉയർന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ തേർഡ് വീക്കിലേക്ക് ഞാൻ വന്നു. എന്റെ ഒരു പെർഫോമൻസ് ആയിരുന്നു അല്ലെ നിങ്ങളുടെ സ്റ്റോറി, നിങ്ങളുടെ ഒരു ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് എന്നും ഓർമ്മിക്കുന്നത്. നിങ്ങളുടെ ഓരോരുത്തരുടെയും ഒരു എഫേർട്ടും നിങ്ങളുടെ ആ ഒരു ആക്ടിങ്, അതാണ് നിങ്ങളുടെ ചാമ്പ്യൻസ് ടീം എന്ന് പറഞ്ഞാൽ മറ്റോ ടീം മോശമല്ല. ചാമ്പ്യൻസ് ടീം എന്ന് പറഞ്ഞാൽ അവരുടെ പെർഫോമൻസ് ഒരു കുറച്ചുകൂടെ ഔട്ട്സ്റ്റാൻഡിങ് ആയിരുന്നു. അത് പല രീതിയിലും പല സംഭവങ്ങൾ ചർച്ച ചെയ്തത് ഞാൻ ജഡ്ജിമാരെ തന്നെ ചർച്ച ചെയ്ത വിഷയമാണ്. പറഞ്ഞോളൂ. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ സെക്കൻഡ് വീക്കില് എനിക്ക് അങ്ങനെ പോകാൻ പറ്റി. തേർഡ് വീക്കിലും വല്ലാത്തൊരു പെർഫോമൻസ് എന്റെ ഭാഗത്തുനിന്ന് വന്നുകൊണ്ടാണ് ബെസ്റ്റ് പെർഫോമർ എന്നുള്ള ഒരു പദവിയിലേക്ക് എത്തിപ്പെടാൻ പറ്റിയത്. അപ്പൊ ഗ്രാഫ് കുറച്ചുകൂടി ഉയർന്നു. ഫോർത്ത് വീക്ക് ആയപ്പോ ഞാൻ ഫിസിക്കലി മെന്റലി കുറച്ച് ഡൗൺ ആയി. അത് എനിക്ക് തന്നെ അറിയാം. അതിന്റെയാണ് ഡൗൺ ആവാൻ കാര്യം എന്താ? എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് പേഴ്സണൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതെനിക്കും എന്റെ പെർഫോമൻസിനെ ബാധിച്ചിട്ടുണ്ട്. ഞാൻ മെന്റലി പ്രിപ്പയർഡ് ആയിരുന്നില്ല. ഒരു എക്സ്ക്യൂസ് ആയിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഞാനൊരു ടാസ്കിന് വന്നു. ഞാൻ അതിൽ 100% കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഞാനൊരു ടാസ്കിന് മാറി നിൽക്കാൻ എനിക്ക് ഒട്ടും ഇഷ്ടമില്ല. എന്റെ മാക്സിമം കൊടുക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അശ്വതി എല്ലാ ടാസ്കിലും അശ്വതിയെ കൊണ്ട് പറഞ്ഞ 100% എഫേർട്ട് ഇടുന്നത് നമുക്ക് കാണാം. പക്ഷെ ഇടയ്ക്ക് വെച്ചത് എവിടെയോ ഡൗൺ ആയ ഹെൽത്ത് ഇഷ്യൂസ് കൊണ്ടായിരിക്കാം. നല്ല രീതിയിൽ എഫേർട്ട് ഇടുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് അല്ലെ? അപ്പൊ നമുക്ക് അടുത്ത ജിതിൻ. ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സൂം ചെയ്തോ? കാണുന്നില്ല. ഓക്കെ, സൂം ചെയ്തോ? ഫുൾ അപ്പാണ്. ആദ്യത്തെ വീക്ക് ക്യാപ്റ്റൻസിയുടെ ആണെന്ന് തോന്നുന്നു അല്ലെ ഇതിന് എത്രയും ഡൗൺ പോയേക്കുന്നത്? ക്യാപ്റ്റൻസിയുടെ അവിടെ മാത്രം ഞാനൊരു ചെറുതായി ഡൗൺ ആയി. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു വീക്കും അത് ആ ഗ്രാഫ് അങ്ങനെയാണോ? കുത്തനെ ഒരു കയറ്റാണ്, അങ്ങനെയാണോ? അതെ. പിന്നീട് അങ്ങോട്ട് ഞാൻ എപ്പോഴും കയറാനാണ് ശ്രമിച്ചിട്ടുള്ളൂ. ഇപ്പൊ പിന്നെ എന്താ വെച്ചാൽ കുറച്ച് ഗുഡ് വൈബ്സും കൂടെ കൊണ്ട് നടക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അപ്പൊ അതും കൊണ്ടാണ് പോകുന്നത്. ഗെയിമിനെ പറ്റി പറ, എങ്ങനെ വിലയിരുത്തുന്നത്? ആ ഗ്രാഫ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. എന്റെ ഗെയിം എന്ന് പറഞ്ഞതാണ് എന്ന് വെച്ചാൽ വേറൊന്നുമല്ല. ഫസ്റ്റ് ഞാൻ ഏറ്റവും വേഴ്സ്റ്റ് ക്യാപ്റ്റൻ ആയിട്ടാണ് എല്ലാവരും പറഞ്ഞത്. എന്ന് വെച്ചാൽ ഫസ്റ്റ് വീക്കിൽ ഞാൻ പറയുകയാണെങ്കിൽ ഫസ്റ്റ് വീക്കെൻഡ് വരയ്ക്കും ഞാൻ ഏകദേശം എന്റെ വർക്കിന്റെ കുറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അപ്പോ മോശമായിട്ട് തന്നെയാണ് ചെയ്തത്. അത് കഴിഞ്ഞ് പിന്നെ ബ്രേക്ക് ആവുന്നുണ്ട് ശ്രമിച്ചെങ്കിലും പക്ഷെ അതേ ഇതിൽ തന്നെയാണ് നിന്നത്. വോയിസ് ബ്രേക്ക് ആവുന്ന ഒരു മിനിറ്റ്. അപ്പോ നമുക്ക് നെറ്റ്വർക്ക് ഇഷ്യൂ. റഷ്യയുടെ ഗ്രാഫ് നോക്കിയേ.
ഒന്ന് ആയിട്ട് വന്നിട്ട് ഒരു കുത്തനെ ഒരു താഴ്ച, അത് ഏറ്റവും അടിത്തട്ടിലേക്കാണ് പോയേക്കുന്നത്. കിട്ടിയോ ആദിത്യ? അതെ. കിട്ടി. ഇത് ഒന്ന് മേലോ പോയിട്ട് ഒരു ലെവലിൽ ഇങ്ങനെ, ഇതെന്താ കടലാണ്? ആദിത്യ സൂം ചെയ്യാമോ? നേരെ താഴേക്ക്, പിന്നെ അത് കയറ്റം. ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക, മനസ്സിലായില്ല റഷ ഇതെന്താന്ന്? അതൊരു സംഭവം. അതെന്താ വെച്ചാല് ഞാൻ വന്നു ഫസ്റ്റേറ്റ് കേറി, അപ്പോഴൊക്കെയാണ് ഒരാഴ്ച നല്ല അടിപൊളിയായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആദ്യമായിട്ട് വരുന്നൊരു പകർച്ച ഉണ്ടായിരുന്നു ഗെയിമിലും കാര്യത്തിലൊക്കെ. എന്നാലും കുഴപ്പമുണ്ടായില്ല, ചെയ്തിട്ടുണ്ട് നന്നായിട്ട്. പിന്നെ പെർഫോമൻസും ഒച്ച കൂടിയോ കുറഞ്ഞോ വന്നതീന്ന്? ഒച്ച കൂടിയോ അത് കുറഞ്ഞോ? എനിക്കറിയില്ല, ഞാൻ എപ്പോഴും ഒരേപോലെ തന്നെ സംസാരിക്കും. അത് ഇവിടെ നല്ല എക്കുണ്ട് ഈ വീടിന്റെ ഉള്ളില്. അത് ഈ വീടിന്റെ ഒരു പ്രത്യേകതയാണ്. സംസാരിക്കുന്നത്. ഈ റാഷയുടെ വോയിസ് കേട്ടിട്ട് പലരുടെയും ബ്ലൂടൂത്ത് അടിച്ചുപോയി, പലരെ ഇയർപീസ് ഒക്കെ അടിച്ചുപോയി, പുതിയ ഹെഡ്സെറ്റ് വാങ്ങിയാണ് എയർപോർട്ടിൽ ഇട്ടേക്കുന്നത്. പലരുടെ ചെവി വരെ പോയെന്നാ പറഞ്ഞത്. പലരും ഇപ്പൊ ഹോസ്പിറ്റലിൽ ENT പോയി കണ്ടോണ്ടിരിക്കുകയാണ് പറയുന്നത്. ശിരാജരാ, ഞങ്ങളെ അല്ല, ബിഗ് ബോസിനെ സ്പെഷ്യലി പറയാ. ബിഗ് ബോസ് ഓൾറെഡി ചെവി അടിച്ചുപോയി. അത് പലരും ക്രൂ മെമ്പേഴ്സ് എല്ലാം പലരും ഉണ്ടല്ലോ സ്കിപ്പ് ചെയ്തിടുന്ന വോയിസാ, പക്ഷെ അത് കറങ്ങി തിരിഞ്ഞ് പല ഗ്രൂപ്പിലും വരുമ്പോ എല്ലാവരുടെയും ചെവി അടിച്ചു പോയി. അതായത് ഞാൻ ഒരു കാര്യം അറിയിക്കുക, ഞങ്ങളെ ടസ്മാനില് ഞങ്ങളുടെ യഥാർത്ഥത്തില് ഈ ആക്ടിവിറ്റി കിടക്കുന്ന രസകരമായ ക്ലിപ്പുകൾ ഞങ്ങളുടെ ടാസ്ക് പാനലിൽ കൊണ്ടിടുമ്പോ റഷ്യ ഇടുമ്പം ഞാൻ സ്ട്രിക്റ്റ് പറഞ്ഞു, ദൈവം ഇത് റഷ്യ എഴുതി ഇടണം. കാര്യം ഞങ്ങൾക്ക് സൗണ്ട് പുറത്ത് കേൾക്കാൻ റഷ്യയുടെ വോയിസ് പറയണ്ടേ, റഷ്യന്ന് താഴെ എഴുതണം, റഷ്യയുടെ വോയിസ് താഴെ, എന്നാലേ നമുക്ക് ഫോൺ മാറ്റി പിടിച്ചിട്ട് കേൾക്കാൻ പറ്റുള്ളൂ. റഷ്യയുടെ ഒരു കാര്യം പറയാനുണ്ട്. റഷ, ഇൻഡിവിജ്വൽ സ്കോർ എത്രയാ? ഇൻഡിവിജ്വൽ സ്കോർ ഓർമ്മയില്ലേ? നോക്കാൻ പോലെ അത് എന്തുകൊണ്ട് ഓർമ്മയില്ല? 10 അല്ല, ഓർമ്മയില്ല. 10 എന്തുകൊണ്ട് ഓർമ്മയില്ല? അതാ ഗ്രാഫിൽ ഒറ്റ താഴെ പോയി കുത്തനെ പോയി കിടക്കുന്നേ താഴെ. റഷ ഇൻഡിവിജ്വൽ സ്കോർ 645. യെസ് ഞാനല്ല, റഷ പറയുന്ന റഷ ഇൻഡിവിജ്വൽ സ്കോർ. റഷ എന്തായാലും റഷ ടോപ്പ് 5 അല്ല, അത് ഞാൻ പറയാം. ടോപ്പ് 6 റഷ നിൽക്കുന്നേ. പക്ഷെ 645 എന്ന് പറയുമ്പോ ആവറേജ് സ്റ്റുഡന്റ്, ഞാൻ ഇന്നലെ അജ്മലിനോട് പറഞ്ഞ രീതിയിൽ ഒരു ആവറേജ് സ്റ്റുഡന്റ് മേലോട്ട് പോയി, താഴോട്ട് പോയി, പിന്നെ മേലോട്ട് പോയി. പക്ഷെ ഇപ്പോഴത്തെ ഒരു പെർഫോമൻസ് ഞങ്ങൾ ജഡ്ജ് ചെയ്തപ്പോൾ പക്ഷേ പെർഫോമൻസ് ഓൾമോസ്റ്റ് ഡൗണിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. പക്ഷെ എങ്ങനെ ആയിരിക്കും അതിനെ ബെറ്റർ ചെയ്യാൻ പോണേ അടുത്ത ആഴ്ച? പക്ഷെ ഇന്ന് സേവ് ആവുകയാണെങ്കിൽ അതല്ലല്ലോ ആൻസർ. നമ്മള് ഹോസ്റ്റ് ആയിട്ട് നമ്മൾ ചോദ്യം ചോദിച്ചതാ, പക്ഷെ എങ്ങനെയായിരിക്കും ഇനിയുള്ള പെർഫോമൻസ് ഇൻ കേസ് ഇന്ന് സേവ് ആവുകയാണെങ്കിൽ? ഒരു മിനിറ്റ് എനിക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് തോന്നുന്നു. നമുക്ക് ഒരു മിനിറ്റ്, നമുക്ക് ആ ഗ്രാഫ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. റഷ്യയുടെ ആ ഒരു ഗ്രാഫ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ? റഷ്യയുടെ ആ ജേണിനെ പറ്റി, നമ്മളിപ്പോ ആ ജേണി സംസാരിക്കുന്നത്, നമുക്ക് ആ റഷ്യയുടെ ഒരു ജേണി റഷ്യ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. റഷ്യന്റെ ആ ഒരു ഗെയിം പെട്ടെന്ന് ലാഗ് ആക്കണ്ട, പെട്ടെന്ന് പറഞ്ഞോ. അപ്പൊ ഞാൻ നല്ല നല്ല പെർഫോമൻസ് തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ടാസ്കുകളിലൊക്കെ വന്ന ഒരു ഇതുണ്ടായിരുന്നു. ഫസ്റ്റ് നമ്പർ എന്റേതായിരുന്നു, അപ്പൊ ആ ഒരു പകർച്ചൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് ഞാൻ കുഴപ്പമില്ലാതെ ചെയ്തു. പിന്നെ എന്റെ പെർഫോമൻസ്, പിന്നെ എന്റർടൈൻമെന്റ് ഒക്കെ ഞാൻ അടിപൊളിയായിട്ട് ചെയ്തു. എനിക്ക്
വിശ്വാസമുണ്ട്. പിന്നെ പലരും എന്നെ താഴ്ത്താനും ടാർഗറ്റ് ചെയ്തു, ഡിഗ്രേഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടും പക്ഷെ ഒരു മൂലക്ക് ഇതുവരെ പോയിരുന്നിട്ടില്ല. വന്ന അന്ന് മുതൽ എങ്ങനെയാണ് അന്ന് അതേപോലെ തന്നെ ഇപ്പോഴും. ഇന്നലെ ഇന്നും കുറച്ച് ബിസിയാണ്, കല്യാണം ഉണ്ടായിരുന്നു. അതാണ് അതൊഴിച്ച് നോക്കിയാൽ ഞാൻ അടിപൊളിയായിരുന്നു. ഞാൻ സൂപ്പറാണ്, ഞാൻ അടിപൊളി പെർഫോം ചെയ്യും. ഓക്കെ നമുക്ക് അമൃതയുടെ ഒരു ഗ്രാഫിലേക്ക് പോവാം. അമൃത അവൈലബിൾ ആണോ? അമൃത, ഞാൻ അവിടെ നടുറോട്ടിലുള്ളതൊന്നും കേൾക്കാൻ പറ്റണില്ല. അമൃത കേക്കാവോ? ഇപ്പൊ കേക്കാവോ? പറയൂ. അമൃതയുടെ ആ ഗ്രാഫ് കണ്ടോ? അതെന്താ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ? ബിഗ് ബോസ് യാത്ര, ഇത്രയും ദിവസത്തെ ബിഗ് ബോസ് ജേർണി ഒരു 3 വര. അത് പറഞ്ഞു കഴിഞ്ഞാല് ഫസ്റ്റ് വീക്കിലേക്ക് വലിയ രീതിയിൽ ആക്റ്റീവ് ആവാതെ തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ സെക്കൻഡ് വീക്ക് ആയപ്പോ ഒന്നും കൂടി മെച്ചപ്പെട്ട പോലെ തോന്നുന്നുണ്ട്. തേർഡ് വീക്ക് ഒന്നും കൂടി മെച്ചപ്പെട്ടു. അതുകൊണ്ട് ഇത്ര വരെ എത്തി. അതെ, അമൃത ഒരു ആദ്യം വന്നൊരു ടൈമിൽ നല്ല രീതിയിൽ ആക്റ്റീവ് ആവുകയും എഫേർട്ട് ഇടുകയും ചെയ്തിരുന്നെങ്കിൽ ആ ഗ്രാഫിന് നല്ലൊരു ഉയർച്ച ഉണ്ടാകുമായിരുന്നു. ഇപ്പൊ നല്ലൊരു കണ്ടസ്റ്റന്റ് ആയിട്ട് മാറുമായിരുന്നു. പക്ഷേ വൈകി പോയില്ലേ തിരിച്ചറിവൊക്കെ ഉണ്ടായപ്പോഴത്തേക്ക്. തീർച്ചയായും. അപ്പൊ ഓക്കെ, നമുക്ക് അടുത്തത് പ്രിൻസിന്റെ ഗ്രാഫിലേക്ക് ഒന്ന് പോവാം. പ്രിൻസ് ഓഡിബിൾ ആണോ? പ്രിൻസ് ഓക്കെ. പ്രിൻസിന്റെ ഒരു ബിഗ് ബോസ് പ്രിൻസ് സംസാരിക്കാൻ പറ്റിയ സംസാരിക്കും. വീഡിയോ ഓൺ ചെയ്യണ്ട, സംസാരിക്കാൻ പറ്റിയ സംസാരിക്കുക. വീക്കെൻഡ് എപ്പിസോഡ് ലാസ്റ്റ് വീക്കെൻഡ് എപ്പിസോഡ്, അല്ലെങ്കിൽ ഫിനാലെ വീക്കാണ്. വീക്കെൻഡ് എപ്പിസോഡ് ഇല്ല. പ്രിൻസിന്റെ ഒരു ലൈൻ ഇങ്ങനെ പ്രിൻസ് വീഡിയോയിൽ വരാൻ പറ്റുന്ന സാരിയാണോ? ഒരു 10 മിനിറ്റ് ഇല്ല ശ്രീരാജേട്ടാ, കാരണം ഒരൊറ്റ സ്ട്രൈറ്റ് ലൈൻ കണ്ടോ? പറഞ്ഞാ മതി. വീഡിയോ ഓൺ ചെയ്യണമല്ലോ, കാര്യം പറഞ്ഞാൽ കംപ്ലീറ്റ് ആ ഒരു ലൈനിലുണ്ട്. അപ്പൊ അടുത്ത ചിന്ത, അതൊന്ന് റൊട്ടേറ്റ് ചെയ്യണേ ആദിത്യ. ചിന്തയുടേത് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുമോ? സൂം ചെയ്തോ? ഒന്ന് സൂം ചെയ്യോ? എന്തൊക്കെയോ കാര്യമായിട്ട് എഴുതിയിട്ടുണ്ട്. എന്തൊക്കെയാ? ഫസ്റ്റ് ടാസ്ക് സ്കോറിംഗ്, സെക്കൻഡ് ടാസ്ക് സെൽഫ് സ്കോറിംഗ്, തേർഡ് സ്കോറിംഗ്, ഇൻഡിവിജ്വൽ ടാസ്ക് എല്ലാത്തിലും സ്കോർ ചെയ്തിട്ടുണ്ട് ചിന്ത പറയുന്നത്. ചിന്ത ബെസ്റ്റ് പെർഫോമർ, സ്കൂൾ ടാസ്ക്, മോർണിംഗ് നോമിനേഷൻ ഫ്രീ, ഫുൾ പോസിറ്റീവ്. ചിന്ത പറഞ്ഞോ ബിഗ് ബോസ് യാത്രയെ കുറിച്ച് പറഞ്ഞോ. ഞാന് അതിനകത്ത് ഏകദേശം പോലെ തന്നെ പറയാം. ഫസ്റ്റ് ടാസ്ക് ഞങ്ങളുടെ ഗ്രൂപ്പ് ടാസ്ക് ആയിരുന്നല്ലോ. അതിൽ ആദ്യം ഞങ്ങളുടെ ടീമിനെയാണ് വിളിച്ചത്. അപ്പൊ മറ്റേ ഈ ആക്ടേഴ്സ് സെലിബ്രിറ്റീസിന്റെ കണ്ണ് മൂക്ക് കാണിച്ചിട്ട് പറയാനായിരുന്നു. അതിലൊരു 7 ഞാൻ പറഞ്ഞു. അന്നേരം തന്നെ ഓൾമോസ്റ്റ് ഞങ്ങളുടെ ഗ്രൂപ്പിൽ നിന്ന് ഞാൻ താഴ്ചേക്ക് പറയുന്നു, ബാക്കിയായിരുന്നു ഞാനായിരുന്നു പറഞ്ഞത്. അപ്പൊ അതിൽ കുറച്ച് സ്കോർ ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ ടീമിനൊരു പെശക് പറ്റിയത് കോപ്പി ചെയ്തത് മാത്രമാണ് അല്ലേ? എന്താണ് ആ ഒരു തീം കോപ്പി അതാണ് ഇവരെ ഒരു വീഴ്ചയായിട്ട് ഞാൻ കണ്ടിരിക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ആണെങ്കിൽ നമ്മൾ ഈ പാവേനെ ഉണ്ടാക്കിയത് 9 പാവയെ ഞങ്ങളുടെ ഗ്രൂപ്പിന്റെ സെലക്ട് ചെയ്തത്. അതിൽ 7 എന്റെ പാവയായിരുന്നു. അതിനകത്ത് നിന്ന് മറ്റേ പോയിന്റ് മോഷ്ടിക്കാനുണ്ടായിരുന്നു. അതിനകത്ത് 50 രൂപ ഞാൻ മാത്രമേ മോഷ്ടിച്ചുള്ളൂ. മൊത്തം ആളുകളിൽ നിന്ന് ഞാൻ മാത്രമേ മോഷ്ടിച്ചുള്ളൂ. പിന്നെ പ്രിൻസ് പാവ എടുത്തു, അതല്ലാതെ വേറെ ആരും മോഷ്ടിച്ചില്ലായിരുന്നു. അപ്പൊ അതും എന്റെ ഉയർച്ചയാണ്. അത് കഴിഞ്ഞിട്ട് തേർഡ് വീക്ക് വന്നപ്പോ ഞാൻ സ്കോർ നോക്കിയപ്പോ എന്റെ പേജ് 3ാമത് ഉണ്ടായിരുന്നു ജഡ്ജസിന്റെ ഒക്കെ പോയിന്റില്. അപ്പൊ അത് ഉയർച്ചയായിട്ട് അത് കഴിഞ്ഞ് നോമിനേഷൻ ഫ്രീ കാർഡ് കിട്ടി. അത് കഴിഞ്ഞ് സ്കൂൾ ടാസ്കിൽ ഞാൻ നന്നായിട്ട് പെർഫോം ചെയ്തു. അവിടെ എനിക്ക് ബെസ്റ്റ് പെർഫോമർ ആയിട്ട് തെരഞ്ഞെടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ടിക്കറ്റ് ഫിനാലിന്റെ ഫസ്റ്റ് റൗണ്ട് ഞാൻ താഴെ പോയി. ഒറ്റ സ്റ്റാറേ കിട്ടിയുള്ളൂ, ഞാൻ താഴെ പോയി. അത് കഴിഞ്ഞിട്ട് ടിക്കറ്റ് ഫിനാലിന് സ്കോർ ചെയ്തു. ടിക്കറ്റ് ഫിനാലെ കിട്ടി, ടോപ്പ് 5 എത്തി. ഞാൻ എനിക്ക് ഇത്രയും ഗ്രാഫ് കിട്ടിയത് ഏറ്റവും അടിപൊളി ഒരു ഗ്രാഫ്. കാരണം ചിന്ത പണ്ടേ ഈ ഗ്രാഫ് വരയ്ക്കാൻ മിടുക്കന. അവൻ അങ്ങനെ ചില കാര്യങ്ങൾ ചിന്തയുടെ ഭാഗത്തുണ്ട്. ഞമ്മക്ക് പറഞ്ഞ കുറച്ചാളുടെ ചിന്ത എനിക്ക് അറിയാവുന്നുണ്ട്. അവൻ ഇങ്ങനെയുള്ള കാര്യത്തിൽ അവന് സാമർത്ഥ്യം കാണിക്കാറുണ്ട്. അതിസമർത്ഥനാണ്, കൃത്യമായി കൗശലക്കാരനാണ്, കുടില ബുദ്ധികാരനാണ് എന്നല്ല പറഞ്ഞത്. അതെ. അടുത്താളിനെ വിളിച്ചു. ചിന്ത കിട്ടിയുള്ളൂ. ചിന്ത കഴിഞ്ഞ നാസില
നാസില ഓഡിബിൾ ആണോ? ഓഡിബിൾ ആണ്. നാസിലയുടെ ഒരു ഗ്രാഫ് ഇതെന്താ സൂം ചെയ്തു പറഞ്ഞ നാസിലയുടെ ഒരു നാസിലാണ് പറഞ്ഞത്. നാസില എങ്ങനെ വിലയിരുത്തുന്നു? ഇപ്പൊ ഞാൻ ഫസ്റ്റ് വീക്ക് ഇവിടെ എല്ലാരും പറഞ്ഞ ഇവിടെ വരാൻ പറ്റുന്നത് വലിയ ഭാഗ്യമായിട്ട് കാണുന്നു. ആദ്യമൊക്കെ വന്നപ്പോഴത്തേക്കും എനിക്ക് കുറെ സംശയങ്ങൾ ഉണ്ടായിരുന്നു. എങ്ങനെയാണ് എനിക്ക് ഒന്നും അറിഞ്ഞൂടെ, ഒരു ഐഡിയ ഇല്ല. അപ്പൊ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു പതർച്ച ഉണ്ടായിരുന്നു. എങ്കിൽ ഞാൻ മാക്സിമം എല്ലാവരുമായിട്ട് സംസാരിക്കുക എടുക്കുകയൊക്കെ ചെയ്ത് ഞങ്ങൾ സ്റ്റോർ റൂമിൽ മാക്സിമം ഞങ്ങളെല്ലാം എഫേർട്ട് ഇട്ട് ഞങ്ങൾ ഫസ്റ്റ് ടീം ബെസ്റ്റ് പാവകളുടെ ഗോൾ ടാസ്കിൽ ഫസ്റ്റ് ആയി. അപ്പൊ ഞാൻ ചെറിയൊരു രീതിയിൽ ഒരു വിജയം കിട്ടിയെന്ന് എനിക്ക് തോന്നി. പക്ഷെ എന്നാലും എനിക്കത് വലിയ വിജയമായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം അത് അപ്പുറത്തെ ടീമിനെയും കൂടെ അവരുടെയും കൂടെ ആ ഒരു സെലക്ഷനിലെയും കൂടെ അത് ഡിപ്പെൻഡ് ചെയ്തിരുന്നു. പിന്നെ സെക്കൻഡ് വീക്ക് വന്നപ്പം BB മീഡിയ അത് ഞങ്ങൾ മാക്സിമം എഫേർട്ട് എടുത്തിട്ട് ചെയ്തു. ആദ്യത്തെ ഡേ, രണ്ടാമത്തെ ഡേ ആയിരുന്നപ്പോൾ ഞങ്ങൾക്ക് സമയമില്ലായിരുന്നു. ഞാനും സരിതേച്ചിയും അമൃതയും മാത്രം അങ്ങനെ ആരൊക്കെ ഉള്ളായിരുന്നു. അങ്ങനെ ഞങ്ങൾ പക്ഷേ പിന്നെ എല്ലാം റെഡിയായി ഞങ്ങളെല്ലാം കൂടി ചെയ്ത് അത് മാറ്റിയപ്പം അത് ഞങ്ങൾ പിന്നെ പുറകോട്ട് വന്നു. അപ്പൊ ഞങ്ങൾക്ക് അവിടെ ഇതില്ലേലും പക്ഷെ എന്റെ ഒരു കഴിവുകൾ എനിക്ക് തിരിച്ചറിയാനും എനിക്ക് കുറച്ചുകൂടെ എന്നെ ഒന്ന് റെപ്രസെന്റ് ചെയ്യാൻ എനിക്ക് പറ്റിയ എനിക്ക് തോന്നി. തേർഡ് വീക്ക് ആയപ്പം എനിക്ക് പൂർണ്ണമായിട്ടും ഒരു കോൺഫിഡൻസും ഒക്കെ വന്ന് എനിക്ക് ടാസ്കിലൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ കുറച്ച് ബെസ്റ്റ് പെർഫോമർ ആയിട്ടും അങ്ങനെയൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റി. പിന്നെ ഫോർത്ത് വീക്ക് ആയപ്പം അതേ ഷോയിൽ തന്നെ ക്യാപ്റ്റൻസി വന്നു. അപ്പം അവിടെ വരെയുള്ള കാര്യങ്ങളാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. ഇപ്പോഴത്തെ അതിന്റെ അവസ്ഥ എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കി വരുന്നേ ഉള്ളൂ. എന്നാലും എനിക്ക് ചെറുതായിട്ട് ഞാനൊന്ന് താഴോട്ട് പോയാൽ എനിക്ക് തോന്നുന്നുണ്ട്. അതെ, നല്ല രീതിയിൽ വിലയിരുത്തിയിട്ടുണ്ട് അല്ലെ? ഒരു നാസിലയുടെ ആ ഒരു ജേണി നല്ല രീതിയിൽ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായതുപോലെ തന്നെ നല്ല രീതിയിൽ നാസില ഒരു സ്വന്തം യാത്ര വിലയിരുത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അടുത്തതിലേക്ക് പോവാം. മഹാദേവ് എവിടെ? മഹാദേവ് ഇടയ്ക്ക് ലെഫ്റ്റ് ആകാൻ സംശയം. മഹാദേവ് ലെഫ്റ്റ് ആയിട്ട് കാണിച്ചു. അടുത്ത ആളിനെ വിളിച്ചില്ല. മഹാദേവനെ അവസാനം വിളിക്കും. മഹാദേവ് ഉണ്ട്. പറഞ്ഞു. മഹാദേവ് ഇത് പറഞ്ഞോ. ബിഗ് ബോസ് ജേർണി ഇന്നലെ കാണിച്ചപ്പോ എന്തൊക്കെയോ പറഞ്ഞ് ഒന്നും മനസ്സിലായില്ല. ചേച്ചി ഇന്നലെ ഞാൻ കുറച്ച് ഇതായിരുന്നു, വെളിയിലേക്ക് ആയതുകൊണ്ട് കുറച്ച് ടയേർഡായിരുന്നു. ഇപ്പൊ നിങ്ങൾക്ക് ഉറക്കം കാരണം ടയേർഡാണല്ലേ? ഇപ്പൊ പെട്ടെന്ന് പറഞ്ഞു. ആദ്യത്തെ ഒരു 2 ദിവസം ഈ ഷോ എന്താണെന്ന് അറിയാനുള്ളൊരു ഇതില് ഞാൻ എല്ലാരും ഒന്ന് പഠിച്ചുകൊണ്ടിരുന്നു. പിന്നെ പനി വരും, വലിയ രീതിയിൽ ആൾക്കാരിലേക്ക് ചെന്നില്ല. 3-ാമത്തെ ദിവസം തൊട്ട് ഞാൻ അത്യാവശ്യം ആക്റ്റീവ് ആയി, ആൾക്കാരെല്ലാം പഠിച്ച് കയറി വന്നു. അടുത്ത ആഴ്ച തൊട്ട് ആദ്യം സമയത്ത് റിഷാലും അശ്വിനും ഒക്കെ ആയിരുന്നു ഒരു കമന്ററി പറഞ്ഞോണ്ടിരുന്നത്. അത് കോപ്പി ചെയ്തിട്ടാണോ അതോ അവര് പോയപ്പോ ആ സ്ഥാനം മഹാദേവ് ഏറ്റെടുത്തു, അത് പിന്നീട് ഒരു പ്രവചനമായി? എന്താ അതിനെപ്പറ്റി പറയാനുള്ളത്? എന്തുവാ ചേച്ചി? റിഷാലും അശ്വിനും ആയിരുന്നു അവിടെ ഫസ്റ്റ് കമന്ററി പറഞ്ഞോണ്ടിരുന്നത്. അപ്പൊ അത് പോയതിനു ശേഷം അത് മഹാദേവ് ഏറ്റെടുത്തു, അത് നല്ല രീതിയിൽ റീച്ചായി, പിന്നെ ഒരു പ്രവചനത്തിലേക്കൊക്കെ അത് പോയി. എന്താ ആ ഒരു ജേണിനെ പറ്റി? ആ ഒരു ജേണിയെ പറ്റി പറയാനാണെങ്കിൽ ഞാനങ്ങനല്ല, ഞാനത് എന്തുവാ ഒരാളെ അടിച്ചു വീഴ്ത്താൻ വേണ്ടി എത്രത്തോളം നമുക്ക് പറ്റുമോ ആ ഒരു രീതിയിൽ വാക്കുകൾ കൊണ്ടാണെങ്കിലും എഴുത്തുകളും അത് ഇവര് മനസ്സിലാക്കുന്നില്ല. ഇപ്പൊ തന്നെ റഷ്യ ആണെങ്കിൽ കരഞ്ഞുകൊണ്ട് പറയും, അയ്യോ മഹാദേവൻ ഇങ്ങനെ പറഞ്ഞ് ഞാൻ ഔട്ടാവുന്ന ആ ഒരു രീതിയിലൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അവര് മനസ്സിലാക്കുന്നില്ല മൈൻഡ് ഗെയിം ആണോ എന്താണെന്നൊന്നും മനസ്സിലാക്കുന്നില്ല. അതാണ് പ്രശ്നം. നമ്മളെ ഞാൻ ഈ ടോപ്പ് 5 എഴുതിയിടുന്നെങ്കിലും അവരുടെ മനസ്സിലൊരു ഒന്ന് മനസ്സ് പൊട്ടണമെന്ന് വിചാരിച്ചാണ് ഞാൻ എഴുതിയിരുന്നത്. പക്ഷെ അവര് ഇന്നലെ ചോദിച്ച ഒന്ന് ആവർത്തിക്കണം. ഇന്നലെ 2 പേര് പോയിരുന്നു, ആരും പറഞ്ഞില്ല. ഇന്ന് 2 പേര് പോകും. ആരൊക്കെയാണെന്ന് മഹാദേവനെന്ന് പ്രവചിക്കാൻ സാധിക്കും? ഇന്ന് 2 പേര് പോവുകയാണെങ്കിൽ ഞാൻ മനസ്സിൽ 3 പേരെ വിചാരിക്കുന്നുണ്ട്. പക്ഷേ ഒന്ന് ക്യാറ്റ് പോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ ഒന്ന് റഷ്യ പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. പിന്നെ ഒന്ന് മൻസ് പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ നമുക്ക് അവസാനം നോക്കാം ശരിയാവോ, ഏതൊക്കെ ശരിയാവുന്നുള്ളത് ലാസ്റ്റ് നോക്കാം. പക്ഷേ ഞാൻ പറയട്ടെ, ഇവര് 3 പേർക്കുള്ള ഒരു ക്വാളിറ്റി ഉണ്ട്. എന്താ? ഇവര് 3 പേര് ആക്റ്റീവ് ആയ മികച്ച രീതിയിൽ കളിക്കാം, പക്ഷെ ആക്റ്റീവ് ആവുന്നില്ല. അതാണ് വിഷയം. ഇച്ചിരി സമയമുള്ളെങ്കിലും നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. അതെ. റഷ്യക്ക് ഇത്തിരി സമയമാണോ? റഷ്യ തുടക്കം മുതലല്ലേ? അല്ല റഷ്യ ഇപ്പൊ ഭയങ്കര ഡൗൺ ആയി. കഴിഞ്ഞ ആഴ്ചകളെ അപേക്ഷിച്ച് ഇപ്പൊ ഭയങ്കര ഡൗൺ. മാധവ്
മഹാദേവിന് ഒബ്സർവേഷൻ വളരെ കറക്റ്റ് ഒബ്സർവേഷൻ. എല്ലാ കാര്യത്തിലും ഒരു നല്ല രീതിയിൽ observe ചെയ്യുന്നുണ്ട്. ഞങ്ങള് ചിന്തിക്കുന്ന റൂട്ടിലാ മഹാദേവ് ചിന്തിക്കുന്നത്. പക്ഷെ ലാസ്റ്റ് വീക്ക് മഹാദേവ് ഞങ്ങള് ചിന്തിക്കുന്ന അല്ലായിരുന്നു മഹാദേവ് ചിന്തിച്ചോണ്ടിരുന്നു. മഹാദേവ് മഹാദേവ് എന്തൊക്കെയോ ചിന്തിച്ചോണ്ടിരിക്കും. വീക്കായി. മഹാദേവ് എനിക്ക് സ്പെഷ്യലി ഒരു കാര്യം മഹാദേവ് ഒരു minute. എനിക്ക് സ്പെഷ്യലി ഒരു കാര്യം പറയാനുള്ളതെന്ന് പറയുന്നത്, ഒരു ഇപ്പം എന്റെ കൺമുമ്പില് നിങ്ങളെ മാർക്ക് ഷീറ്റ് ഉണ്ട്. ആ മാർക്ക് ഷീറ്റില് ടോപ്പ് 5 കണ്ടസ്റ്റന്റ് ഇരിപ്പുണ്ട്. പക്ഷെ മഹാദേവിന്റെ റാങ്ക് ആ ടോപ്പ് 10, 10ാമത്തെ സ്ഥാനം. മഹാദേവ് അവിടെ നിന്ന് ചിന്തിച്ചു തുടങ്ങിയാൽ മതി മഹാദേവിന് എങ്ങനെ പെർഫോമൻസ് ചെയ്യും. ഇത് ലാസ്റ്റ് വീക്കെൻഡ് എപ്പിസോഡാ, ഫിനാലെ എപ്പിസോഡാ. അപ്പം മഹാദേവ് ചിന്തിക്കുക എങ്ങനെ ആയിരിക്കും ഇനിയുള്ള 6 ദിവസം ഞാൻ എങ്ങനെ പെർഫോം ചെയ്യണം. 6 ദിവസമില്ല, 5 ദിവസം ഞാൻ എങ്ങനെ പെർഫോം ചെയ്യണമെന്ന് ചിന്തിക്കും. ഇതിനുള്ള ആൻസർ മഹാദേവിന്റെ കയ്യിൽ തന്നെ ഉണ്ട്. ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി എവിടെയാ തെറ്റ് വന്നേക്കുന്നത്. അപ്പൊ നമുക്ക് അടുത്തൊരു ഗ്രാഫിലേക്ക് പോവാം. അടുത്തത് മൻസു. മനസ്സും ഇല്ലാന്ന് തോന്നുന്നു. മൻസു വന്നിട്ടുണ്ടായിരുന്നല്ലോ. മനസ്സു ലെഫ്റ്റ് ആയി പോയി. ഓക്കെ, അടുത്ത അജ്മൽ. അജ്മലിനെ കുറിച്ച്, അജ്മൽ ഓഡിബിൾ ആണോ? വീഡിയോ ഓണാക്കാൻ പറ്റുമോ? എനിക്ക് തോന്നിയൊരു കാര്യം, ഓരോ വീക്ക് ഓരോരുത്തർ സപ്പോർട്ട് ചെയ്യാറ്. ഭയങ്കരമായൊരു സപ്പോർട്ട് എടുക്കുന്നുണ്ട്. ആ സപ്പോർട്ട് ചെയ്തവരൊക്കെ ആ വീക്ക് പോകുന്നുണ്ട്. ഈ വീക്കും കൂടിയിട്ട് അങ്ങനെയാണ് സപ്പോർട്ട്. രണ്ടുപേരെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ രണ്ടുപേര് ഒരാൾക്ക് പോവാണെങ്കിൽ, അല്ലെങ്കിൽ രണ്ടുപേരും പോവാണെങ്കിൽ നമുക്ക് അജ്മലിന്റെ ഒരു ജൂനിയർ മാൻഡ്രേക്ക് എന്ന് പറയേണ്ടി വരും അല്ലേ? സത്യത്തെ അജ്മലിന്റെ മൈൻഡ് ഗെയിം ആണോ അത് അറിയാവുന്ന പ്രശ്നമാണോ? സപ്പോർട്ട് ചെയ്യുന്നവർ അല്ല ഞാൻ ഇടപെട്ടോട്ടെ. ഇതൊന്നുമല്ലേ ഈ ബിഗ് ബോസിലെ ഏറ്റവും വലിയ തന്ത്രം. അത് പലർക്കും മനസ്സിലാത്തൊരു കാര്യമാണ്. അത് പലർക്കും അത് പിടുത്തമില്ല. കാര്യം ഞാൻ പഠിച്ചൊരു കാര്യം, അത് സാബുക്കിൽ നിന്നാണ് ഞാൻ പഠിച്ചത്. സീസൺ സാബുക്ക് കൂടെ നിൽക്കുന്നവരെ പറഞ്ഞു വിടുക. അപ്പൊ ആ കൂടെ നിൽക്കുന്നവരെ പുറത്തു പോയിട്ട് അവരുടെ സപ്പോർട്ട് നമുക്ക് കിട്ടും. മനസ്സിലായോ? അതാണ് യഥാർത്ഥ ബിഗ് ബോസിലെ ഏറ്റവും വലിയ മൈൻഡ് ഗെയിം. അതാണ് ഒരിക്കലും ശത്രുക്കളെ പുറത്തു വിടുന്നത്. ശത്രുക്കളെ പുറത്തു വിട്ടാ ഞാൻ പറയാം ആരും പറയാം. ശത്രുക്കളെ പുറത്തു വിട്ട് കഴിഞ്ഞാൽ അവൻ പുറത്തു പോയി നമുക്കെതിരെ വോട്ട് പിടിച്ച് നമ്മളെ തോപ്പിക്കും. അതിനേക്കാളും നമ്മളെ കൂടെ നിൽക്കുന്നവനെ പുറത്തു വിട്ട് കഴിഞ്ഞാൽ അവൻ പോയി നമ്മളെ പുറത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യും. അതാണ് അജ്മൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് അവരുടെ അജ്മൽ മൈൻഡ് ഗെയിം. ഞാൻ മനസ്സിലാക്കിയാണ്. എല്ലാവരും എതിർക്കുന്ന വ്യക്തിയെ അജ്മൽ സപ്പോർട്ട് ചെയ്യും. എല്ലാവരും ആ ഒരു വ്യക്തിക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ അജ്മൽ രംഗത്ത് വരും. ആ ഒരു വ്യക്തിക്ക് വേണ്ടി സംസാരിച്ചിട്ട് ആ വ്യക്തി പുറത്തു പോകുകയും ചെയ്യും. ചിരിക്കാതെ പറയൂ. അതിനെ പറ്റിയും പറയണം, ഈ ഒരു ജേർണിനെ പറ്റിയും പറയണം. അജ്മൽ ഞാൻ പറഞ്ഞത് അജ്മൽ എത്രമാത്രം യോജിക്കുന്നു. ഞാൻ പറഞ്ഞ ഈ വാസ്തവത്തോട് എത്രമാത്രം അജ്മൽ സത്യം പറഞ്ഞാല് ഈ കൂടെ നിൽക്കുന്ന കണ്ടസ്റ്റൻസ് പോകുമ്പോൾ ആ പഞ്ചാബ് ഹൗസിലെ കൊച്ചിൻ ഹനീഫ പാടിപ്പോകുന്ന ചിലവുണ്ട്. ബട്ടനും പോയി ബോട്ടും കിട്ടി അയിലസ, ഈ ഒരു പാട്ടല്ലേ പാടുന്നത്. അതിനെക്കുറിച്ച് ഇപ്പം പറയാൻ പറ്റില്ല. കാരണം ഇതൊരു ഗെയിമാണ്. എന്റെ ഗെയിം ഇവിടെ അവസാനിച്ചിട്ടില്ല. ഇനിയും ഒരുപാട് മുമ്പോട്ട് പോകാനുണ്ട്. ടോപ്പ് 5 വന്ന് അതിന്റെ അവസാന ഘട്ടത്തിൽ എന്റെ ഗെയിം എന്തായിരുന്നു, ഞാൻ എന്തായിരുന്നു ഇവിടെ കളിച്ച കാര്യങ്ങളൊക്കെ എനിക്ക് പറയാനുണ്ട്. കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. ഞാനിപ്പോ എന്റെ ഗ്രാഫിനെ കുറിച്ച് പറയാം. ഭയങ്കര പ്ലാനിങ് ആണ്. ഭയങ്കരമായിട്ട് ഒരാൾ നോക്കുമ്പോ എന്താ അജ്മൽ വന്ന് എന്തൊക്കെയോ പൊട്ടതരങ്ങൾ പറഞ്ഞിട്ട് പോണില്ലേ എല്ലാരും കാണുന്നേ. പക്ഷെ അജ്മൽ ഭയങ്കര ഒരു പ്ലാനിങ് ആണ്. ഈ ഒരു ബിഗ് ബോസ് ജേണി ഗ്രാഫിനെ പറ്റി പറ. ഗ്രാഫിനെ പറ്റി പറയാമെങ്കിൽ ഞാൻ ആദ്യ വീക്ക് വന്ന് തന്നെ ഞാൻ എന്റേതായ കാര്യങ്ങളിലായി മുമ്പോട്ട് പോയി. ആദ്യ മോർണിംഗ് ടാസ്ക് തന്നെ ഞാൻ അറിയുന്ന ഒരാൾക്ക് കൊണ്ട് ഞാൻ സംസാരിച്ചു. അയാൾ തെറ്റ് ആവർത്തിക്കാൻ പാടില്ല. ആ ആഴ്ച ഞാൻ അയാൾക്കെതിരെ മൊത്തം കളിച്ചു. പിന്നെ അന്ന് ആഴ്ച തന്നെ എനിക്ക് ഡിബേറ്റ് ടാസ്ക് കാര്യങ്ങളൊക്കെ തന്നു. പിന്നെ രണ്ടാമത്തെ ആഴ്ച അതുപോലെ തന്നെ എന്റെ 1, 2, 3 ആഴ്ചയിൽ എന്റെ ഗ്രാഫ് നല്ല രീതിയിൽ പോയെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം എനിക്ക് പരിമിതികൾ ഉണ്ടായിരുന്നു. ആ പരിമിതികൾ വെച്ച് ഞാൻ എന്റേതായ രീതിയിൽ ഗെയിം കളിച്ചു. ടാസ്ക് മൊത്തം എനിക്ക് നന്നായി ചെയ്യാൻ പറ്റിയെന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ 4ാമത്തെ ടിക്കറ്റ് ഫിനാലെ അത് ഞാൻ എന്റെ ബെസ്റ്റ് ഞാൻ കൊടുത്ത് ഞാൻ 2ാം സ്ഥാനം നേടി. പിന്നെ എല്ലാ 4 ആഴ്ചയിലും നോമിനേഷനിൽ എന്നെ എല്ലാ ആൾക്കാരും ഇട്ട്. അപ്പൊ എന്റേതായ കഴിവ് ഞാൻ ഇവിടെ തെളിയിച്ചിട്ടുണ്ട്. അതെ, തുടക്കം മുതൽ 4 വീക്കിൽ ഞാൻ നോമിനേഷൻ വന്നിട്ടുണ്ട്. അപ്പം അജ്മൽ യെസ്
അജ്മൽ, ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഒരു ആവറേജ് സ്റ്റുഡന്റ്, ക്ലാസ്സിലെ ഒരു ആവറേജ് സ്റ്റുഡന്റ്, പയ്യെ ഉറങ്ങി തൂങ്ങി മുമ്പോട്ട് പോണ ഒരു പയ്യൻ. അജ്മലിന്റെ റാങ്കിങ് 7ാമത്തെ റാങ്കിങ്. സ്കോർ ഞാൻ ഇന്നലെ പറഞ്ഞു 630. ഓൾമോസ്റ്റ് ഹാഫ് വേ അല്ല, ഓൾമോസ്റ്റ് കംപ്ലീറ്റിംഗ് ദ ജേർണി. ലാസ്റ്റ് വീക്ക് ഫൈനൽ ലാപ്പ്. അജ്മൽ എന്താ ചിന്തിക്കുന്നത്? ഫൈനൽ ലാപ്പ് ക്രോസ് ചെയ്ത് കപ്പടിക്കും? ഞാൻ കപ്പടിക്കണം എന്നാണ് 3 ആഴ്ച വരെയുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ 4ാമത്തെ വീക്ക് ഞാൻ ഡൗൺ ആഗ്രഹമല്ല ആയി. ചോദിച്ചത് കപ്പടിക്കുമോ ഇല്ലയോ? കപ്പടിക്കണം തന്നെയാണ് എന്റെ ആഗ്രഹം. കപ്പടിക്കണം. അതിനുവേണ്ടി ഞാൻ ഓക്കെ. കഷ്ടപ്പെടുന്നുണ്ട്. ഇതുവരെ കഷ്ടപ്പെട്ടു പോയി. ഇടയ്ക്ക് അജ്മൽ തുടക്കത്തിലുണ്ടായിരുന്ന ഒരു ആത്മവിശ്വാസം ഇപ്പൊ ഉണ്ടോ? ആത്മവിശ്വാസം ചോർന്നിട്ടില്ലേ? തുടക്കത്തില് ഫൈനൽ 5 എത്തുന്നു, കപ്പടിക്കുന്നു, ഭയങ്കര ആത്മവിശ്വാസം അജ്മൽ ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ അജ്മലിന് ആത്മവിശ്വാസം ഇല്ല. എവിടെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു? സത്യസന്ധമായിട്ട് തുറന്നു പറയും. ആത്മവിശ്വാസം നഷ്ടപ്പെട്ടില്ല. എന്റെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂ കൊണ്ട് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അന്നേരം ഞാൻ കുറച്ച് ഡൗൺ ആയി പോയിട്ടുണ്ട്. ആത്മവിശ്വാസം ഞാൻ ഒരിക്കലും നഷ്ടപ്പെട്ടില്ല. ഞാൻ ഇപ്പം പറയും, ഞാൻ ടോപ്പ് 5 ഡിസർവിംഗ് ആയി ഞാൻ കപ്പടിക്കുന്നതാണ് എന്റെ മനസ്സിലുള്ളത്. അതിനുവേണ്ടി ഞാൻ ഇനിയും മുന്നോട്ട് പോകും. അജ്മൽ ടോപ്പ് 5 അജ്മൽ ഇല്ല. 7ാമത്തെ സ്ഥാനത്താ. ടോപ്പ് 10 അജ്മൽ നിൽക്കുന്നു. അപ്പൊ അജ്മലിനോട് എനിക്ക് തരാനുള്ള ഒരു ടിപ്പ് എന്ന് പറയുമ്പോ, അടുത്ത ആഴ്ച ഇൻ കേസ് ഇന്ന് സേവ് ആവുകയാണെങ്കിൽ അടുത്ത ആഴ്ച ഈ പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻ അത് ഫോളോ അപ്പ് ചെയ്യുക. എന്താന്ന് പറഞ്ഞാൽ അടുത്ത ആഴ്ച ജഡ്ജീസിനെ മാർക്സ് കൗണ്ട് ചെയ്യും. ജഡ്ജിങ് പാനൽ ഇരുന്ന് ഡിസൈഡ് ചെയ്യും നിങ്ങളെ പെർഫോമൻസ്. ഇതുവരെയുള്ള ജേർണി അല്ല, ആ ആഴ്ചയിലെ ജേർണി ആയിരിക്കും ഡിസൈഡ് ചെയ്യാൻ പോലെ നിങ്ങൾ വിന്നർ ആവണോ വേണ്ടയോ. ജസ്റ്റ് ചിന്തിക്കുക ഇതിനെ കുറിച്ച്. ഞാൻ തന്നെ ടിപ്പാ. ഇത് ഞാൻ എല്ലാ കണ്ടസ്റ്റന്റിനും ഇന്നൊരു ടിപ്പ് തരണം. മനസ്സ് ഓഡിബിൾ ആണോ? അതെ പറഞ്ഞു. മനസ്സൊന്ന് കാണിച്ചാത്തോ? മനസ്സിന് ചിരി വരുന്നുണ്ടല്ലേ? ഒന്ന് സൂം ചെയ്തേ. മൻസു നമ്മുടെ വൈൽഡ് വന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ്. ഒരു ഓളമൊക്കെ ഉണ്ടാക്കി. മൻസു വന്നതിൽ ഏറ്റവും ഓളം ഉണ്ടാക്കി വൈൽഡ് കാർഡായിരുന്നു. വീഡിയോ ഓൺ ചെയ്യും സംസാരിക്കും. വീഡിയോ ഓൺ ചെയ്ത് എനിക്കിത് കാണാൻ പറ്റൂല. എന്റെ ഫോണല്ല ഈ ഒരു വിദ്യാലയം പുറത്തേക്ക് ഇറങ്ങണ്ട. ഇതിവിടെ ആകം ബഹളം, പിള്ളേർ ബഹളൊക്കെ. അല്ല, ഇതിനകത്ത് ഓഡിയൻസിന്റെ ഭാഗത്തുനിന്ന് വരുന്ന രണ്ടുപേര് ഞങ്ങൾക്ക് മൻസൂറിന്റെ മുഖം കണ്ട് സംസാരിക്കുന്ന കാരണം ക്യാറ്റ് ഇവർ രണ്ടുപേരെയാണ് ഓഡിയൻസ് ഏറ്റവും ആവശ്യപ്പെടുന്നത്. അതുകൊണ്ടാണ് ഓഡിയൻസിന്റെ താല്പര്യപ്രകാരമാണ് മൻസു മുഖം കാണിച്ച് സംസാരിക്കുന്നത് ആവശ്യപ്പെടുന്നത്. ഫാൻസ് കൂടും. പറഞ്ഞോ. ചിരിയുണ്ടോ ഈ മുഖം? ഈ കണ്ടാ പറയൂ ഇത്ര ആൾക്കാർ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തോണ്ടിരിക്കുന്നതാണെന്ന്. എന്തൊരു ഇന്നസെൻസാ. പറയോ? ബിഗ് ബോസിൽ ജേണി ഇപ്പൊ വന്നിട്ട് ഇവിടം വരെ ഈ ഗ്രാഫ് വരച്ചിരിക്കുന്നില്ലേ, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ? അതാണ് ഞാൻ ബിഗ് ബോസിൽ വരുന്നതിനേക്കാളും ഇപ്പോൾ എല്ലാ ഗ്രൂപ്പുകളിലും മേറിലായിരുന്നു. അത് കണ്ടിട്ടായിരിക്കും മറ്റേ ശ്രീരാജേട്ടനെ ഡ്രൈവ് കയറ്റിയത്. പിന്നെ വന്ന സമയത്ത് ഭയങ്കര ഓവർ ഹൈപ്പായിരുന്നു. ആ സമയത്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ആ കുത്തനുള്ള ഇറക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ ജോലി തിരക്ക് മറ്റുള്ള കാരണം ടാസ്കൊന്നും എനിക്ക് മര്യാദക്ക് പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. അതാണ് ഞാൻ 0 ചെയ്തിട്ടുള്ളത്. പിന്നെ ഞാനിതിൽ കണ്ടന്റ് ആയിട്ട് കൊടുത്തിരുന്നു. അതാണ് ആ കുത്തനുള്ള കയറ്റം. അതിന് ഞാൻ 100% കൊടുക്കുന്നതാണ് എന്റെ ഒരു വിശ്വാസം. പിന്നെ ആ ഒരു ഇറക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശ്രീരാജേട്ടൻ ശരിക്കും പറഞ്ഞാൽ എന്റെ ആ ഒരു വൈൽഡ് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു എനിക്കൊരു ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം ഒരു എന്താ പറയാ സീക്രട്ട് ഏജന്റിന് തുല്യത്തൊക്കെയാണ് കണ്ടിരുന്നത്. കഴിഞ്ഞ വട്ടം അങ്ങനെ പറഞ്ഞിരുന്നല്ലോ. പിന്നെ അതിനുശേഷം ഒരു വണ്ടിയില്ലേ, അതിനുശേഷം ഈ പറഞ്ഞ പോലെ തന്നെ മുറിവേറ്റ സിംഹത്തിന്റെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. റിയാക്ഷൻ, പോസിറ്റീവ് റിയാക്ഷൻ ഒക്കെ ഇടുന്നുണ്ട്. ലിജോനെ വിളിക്കാൻ വിചാരിച്ചപ്പോ ലിജോ ലെഫ്റ്റായി. പറഞ്ഞോ. അത് പറഞ്ഞു മുറിവേറ്റ സിംഹത്തിന്റെ ഒക്കെ ഭയങ്കരമാണ്. പിന്നെ ഞാൻ പറഞ്ഞ ചെറുതായി കയറിയത് ആ DTF മറ്റേ ആ ഒരു ഇതില് ഒരു ഏകദേശം ഒരു 16 സ്റ്റാറോളം ഞാൻ മേടിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ മറ്റേ സെൽഫി കോണ്ടസ്റ്റിൽ ഞാൻ ഫസ്റ്റ് മേടിച്ചിട്ടുണ്ട്. ഇതാണ് 10 നിലയിലുണ്ട് ഒരു ഇതിൽ നിൽക്കുന്നത്. മൻസൂർ, ഞാൻ പറയണ കേൾക്കാമോ? പറഞ്ഞു.
ആ പറ മൻസു ഇൻഡിവിജ്വൽ സ്കോർ എത്രയാ? 121 തോന്നുന്നുണ്ട്. 1-2 ഓർമ്മ. രസ കേട്ടാലോ, ഇൻഡിവിജ്വൽ സ്കോർ പുള്ളിക്കാരൻ ആക്റ്റീവ് അല്ലാത്ത കൊണ്ടും പുള്ളിക്കാരന് ഇൻഡിവിജ്വൽ സ്കോർ അറിയാം. ഇൻഡിവിജ്വൽ സ്കോർ എത്രയാണ്? 121, 13ാമത്തെ സ്ഥാനം. മൻസു ഓൾമോസ്റ്റ് എല്ലാരെ കാര്യം ബാക്കില മൻസു. പക്ഷേ കണ്ടന്റ് വൈസ് അല്ലെ ഈ പറയുന്ന ഓരോ ടാസ്ക്, ഞാൻ ഇന്നലെ മൻസു ഉണ്ടോന്ന് എനിക്കറിയത്തില്ല, ഏറ്റവും കൂടുതൽ ഒരു പോസ്റ്റിന് 25 ലൈക്ക് കിട്ടിയ ഞങ്ങൾ ഈ ബിഗ് ബോസ് മിനിയേച്ചർ വേർഷന്റെ ആദ്യത്തെ ചരിത്രമാണ്. ഒരു പോസ്റ്റിന് 25 ലൈക്ക്. അത് മൻസു ഇടുന്ന ഓരോ പോസ്റ്റിന് മാക്സിമം പോയ 19 അല്ല 20 മേലിൽ ലൈക്സ് കിട്ടുന്നു. ഇതിന്റെ രഹസ്യം എനിക്കറിയത്തില്ല. പക്ഷെ മൻസു ഈ ആർ വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ബെസ്റ്റ് കണ്ടന്റ് ക്രിയേറ്റർ ഓഫ് ബിഗ് ബോസ് സീസൺ 1. ചെയ്യുമെന്ന് എക്സ്പെക്ട് ചെയ്തിട്ടേ ഇല്ല. മനസ്സ് ഭയങ്കര ഉഴപ്പൻ, ക്ലാസ്സിലേക്ക് ഒരു ഉഴപ്പ സ്റ്റുഡന്റ് ആയിരുന്നു. പക്ഷെ അത് സ്വയം മനസ്സിലാക്കി മനസ്സ് മാറ്റി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ ഞാനൊന്ന് ഇടപെട്ടോട്ടെ. ഞാൻ ഒരു പറയുന്നത്, ഇതിനകത്ത് വൈൽഡ് കാർഡിൽ വന്ന് 2 പേരെ പേര് എനിക്ക് പ്രത്യേകം എടുത്ത് പറയണം. ഒന്ന് ഈ പറയുന്ന ക്യാറ്റും അതുപോലെ തന്നെ മൻസു. കേട്ടതാണ് ലിജോ. ഇവർ രണ്ട് തുടക്കം ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ബിഗ് ബോസിന്റെ ഈ സീസണിലെ ഈ ടോപ്പ് 5യുടെ ചരിത്രം ഇതൊന്നും ആയിരിക്കില്ല എന്ന് കരുതുന്ന വ്യക്തിയാണ്. കാര്യം ഇവര് യഥാർത്ഥത്തിൽ വൈൽഡ് കാർഡ് വന്നത് ഇവർക്കൊരു വലിയ നഷ്ടമായി പോയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാര്യം ഇന്ത്യയിൽ പോയിന്റ് ഉണ്ടാക്കുന്ന കാര്യത്തിലായാലും ശരി, അവിടെ ഒരു അക്സെപ്റ്റൻസ്, നമ്മളൊരു അക്സെപ്റ്റൻസ് ഉണ്ടാക്കിയെടുക്കുന്ന സംഭവമാണ്. അത് ഉണ്ടാക്കിയെടുക്കുന്നതായാലും. സിരാജര ഒരു മിനിറ്റ്. മൻസൂന് ഇൻഡിവിജ്വൽ സ്കോർ 121, പക്ഷെ നമുക്ക് ടിക്കറ്റ് ടു ഫിനാലെ ഉണ്ടായിരുന്നു. ടിക്കറ്റ് ടു ഫിനാലെ കളിച്ച് കയറാൻ ഉള്ള സാധ്യത ഉണ്ടായിരുന്നു. ചിന്തന് പറയുന്ന വ്യക്തി, ഈ പറയുന്ന പ്രിൻസ് ഏറ്റവും ടോപ്പിൽ നിൽക്കുകയായിരുന്നു. പക്ഷെ ചിന്തയായിരുന്നു ഫസ്റ്റ് ടിക്കറ്റ് ടു ഫിനാലെ. എന്തുകൊണ്ട്? TTF അത്ര ഇമ്പോർട്ടന്റ് ആയിരുന്നു. നിങ്ങൾ പല കണ്ടസ്റ്റന്റും TTF സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല, കളി തമാശയായിട്ട് എടുത്ത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു റാങ്കിങ്. ഞാൻ റാങ്കിങ് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനത്തെ കണ്ടസ്റ്റന്റ് ആണെങ്കിൽ ഇവർക്ക് ടോപ്പ് 1 ഡിസർവിംഗേ അല്ല, ഇവർക്ക് കപ്പേ ഡിസർവിംഗ് അല്ല. ഞാൻ പറഞ്ഞ കാര്യം ഇത് എന്റെ സ്വന്തമായിട്ട് ഒപ്പീനിയനാണ്. ബിക്കോസ് ഞാൻ അത് കണ്ടോണ്ടിരിക്കുക. പല ആൾക്കാരും ആർഗ്യുമെന്റ് ചെയ്യുന്നില്ല, പല ആൾക്കാരും വിട്ടു കൊടുക്കുമായിരുന്നു. പ്രിൻസിന് വേണ്ടി വിട്ടുകൊടുത്ത്. അതാണോ ഗെയിം, അതോ കളിക്കാൻ വേണ്ടിയാണോ വന്നത്? അത് എപ്പോഴും ചിന്തിക്കുക. നമ്മളൊരു ഗെയിമിലല്ല നിൽക്കുന്നത്. ഞാനൊരു കോമ്പറ്റീഷനിൽ നിൽക്കുമ്പോൾ ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്ന ഞാൻ നമ്പർ 1 എത്തണം. അതായിരിക്കും എന്റെ സ്പോർട്സ്മാൻ സ്പിരിറ്റ്. അതുകൊണ്ട് പറഞ്ഞു മൻസു. അല്ല, അതായത് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. പക്ഷെ നിങ്ങൾ തരുന്ന സമയം എന്ന് പറഞ്ഞാൽ എന്റെ ഡ്യൂട്ടി ടൈമാണ്. ഈ 3 മണിക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത അവസ്ഥ. അതായത് എന്റെ വർക്ക് 3 മണി തൊട്ട് 4:30 വരെ മാക്സിമം ഞാൻ അതിൽ നിന്നില്ലാന്നുണ്ടെങ്കിൽ എന്റെ കച്ചവടം. പിന്നെ ഒരു മിനിറ്റ് മൻസൂനെ സിറ്റുവേഷൻ ഞങ്ങൾക്ക് മനസ്സിലാവും. ജോബ് കാര്യങ്ങൾ എല്ലാം ഉണ്ട്, അതൊക്കെ മനസ്സിലാവും. ഈ പറയുന്ന പ്രിൻസിനെ ഞാൻ സ്പെഷ്യലി എപ്പോഴും എടുത്തു പറയാനുള്ളത്, പുള്ളിക്കാരൻ ഒരു ഡ്രൈവറാ. വണ്ടി ഓടിച്ചോണ്ട് നിൽക്കുന്ന ഒരു ഡ്രൈവർ. ആ ഡ്രൈവിങ്ങില് പുള്ളിക്കാരൻ ഗെയിം കളിച്ച് ടോപ്പിലെത്തി. ജസ്റ്റ് ചിന്തിച്ചു നോക്കുക. നമ്മളെ വർക്ക് എന്താണല്ല എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്, ഞാൻ ഒരു ഹോസ്റ്റ് ചെയ്തത് ഓഫീസിൽ നിന്നാണ് ഹോസ്റ്റ് ചെയ്തത്. ഡെഡിക്കേഷൻ കൊടുക്കണം. നമ്മളൊരു കാര്യത്തിന് ഇറങ്ങി തിരിക്കുകയാണെങ്കിൽ നമ്മൾ ആ ലക്ഷ്യബോധം വേണം. ഞാൻ ആ ഗോളിന് വേണ്ടി കാര്യം പറഞ്ഞത്. ഇതെന്റെ ജസ്റ്റ് ഒരു ടിപ്പാ പറയുന്നത്. ആ ടിപ്പ് എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കാം. അതായത് ഹൗസ് വൈഫ്മാർക്ക് ഒരു ഇത് പറഞ്ഞാൽ അവർക്ക് ഓട്ടം വിളിക്കുമ്പോൾ മാത്രം പോയാൽ മതി. ബാക്കിയുള്ള സമയങ്ങളൊക്കെ ഫ്രീ ആണ്. നമുക്കെന്നുള്ള ഞാൻ സ്വന്തമായിട്ട് ചെയ്യണതാണ്. എനിക്ക് എന്റെ കാര്യം ഞാൻ പറയണ്ട, മറ്റുള്ള കാര്യം കളിക്കും. ഓരോരുത്തർക്ക് ഓരോ കാര്യങ്ങളുണ്ടാവും. നമുക്ക് കുഴപ്പമില്ല. നമുക്ക് ലാഗ് ആവുന്നുണ്ട്, ഒരുപാട് സമയം പോയി. ലിജോ ഓഡിബിൾ ആണോ? ലിജോ ഇവിടെ ഉണ്ടോ? എവിടെ? വീഡിയോ ഓൺ ആക്കിക്കേ. എവിടെ? ഇത്ര സമയമായിട്ട് എനിക്ക് ഗ്രാഫ് വന്നിട്ടില്ല. ഗ്രാഫ് നമ്മുടെ ഗ്രൂപ്പിൽ ഇതുവരെ കിട്ടിയിട്ടില്ല. ബിഗ് ബോസ് ലിജോയ്ക്ക് ഗ്രാഫ് ഇല്ലേ? ചോദിക്കട്ടെ, ലിജോയ്ക്ക് ഗ്രാഫ് ഇല്ലേ? ഞാൻ ഇന്നലെ വിട്ടുപോയി, ഞാൻ ഇവിടെ ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഗ്രാഫിന്റെ കാര്യം ബഹളമായിരുന്നല്ലോ ആ സമയത്ത്. ഒരു ഗ്രാഫ് വരയ്ക്കാൻ എത്ര പാടും. ഒരു 9:30 മുതൽ വെളുപ്പാങ്കാലത്ത് 3:30 വരെ കിടന്ന് അടികൂടാ സമയം ഉണ്ടായിരുന്നല്ലോ. ആ സമയത്ത് ചുമ്മാതിരുന്നെന്ന് വരച്ചാൽ മതിയല്ലോ. 9:30 വെളുപ്പാങ്കാലത്ത് 3:30 വരെ. എന്റെ അടുത്ത് ആരും പറഞ്ഞില്ല. 2 മിനിറ്റ് എടുക്കത്തുള്ളൂ. ഇത് കാണാൻ 2 മിനിറ്റ് എടുക്കത്തുള്ളൂ ഗ്രാഫ് വരയ്ക്കാൻ. ഈ ഗ്രാഫ് വരയ്ക്കുക, ഡിസ്ക്രിപ്ഷൻ എടുത്താൽ എന്തൊക്കെ നടന്നെന്ന് ഇത്ര ആഴ്ചയിൽ എഴുതാം. ഇന്നലെ ലിജോ ഈ വെളുപ്പാങ്കാലത്ത് പ്രിൻസിനോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെ ഗ്രാഫ്. അത് ജസ്റ്റ് എന്നാ പറയുന്നതിന്റെ ഇടയിൽ വരച്ചാലും മതിയായിരുന്നു.
ഞാൻ മറന്നുപോയി സത്യം പറഞ്ഞ എന്റെ ആരും പറഞ്ഞില്ലായിരുന്നു പിന്നെ പാരഗ്രാഫ് പറയാൻ. ബിഗ് ബോസ് എത്ര വട്ടം മെൻഷൻ ചെയ്തു എന്നുള്ളത് ലിവിംഗ് റൂമിൽ കിടക്കുന്ന മെസ്സേജും കാണാറില്ലേ ലിജോ? ലിവിംഗ് റൂമിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടിട്ടല്ലേ മെസ്സേജിന്റെ ഇടയ്ക്ക് പോവാണ്ടിരിക്കുക, ലിവിംഗ് റൂമിൽ കാണാനല്ലേ അത് ഇടുന്നത്? ഞാൻ അത് ബിഗ് ബോസ് വന്നിട്ട് ലിജോ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഇത് ഇത് പറ്റത്തില്ല, ഈ അക്യൂസിറ്റി നടക്കത്തില്ല. ലിജോ വളരെ ഡിസപ്പോയിന്റ്മെന്റ് ചെയ്തിട്ടുണ്ട് ലിജോ. ലിജോ അപ്പൊ ഒന്ന് പറഞ്ഞേ, ആ ജേണി ഒന്ന് പറഞ്ഞേ എന്തായാലും. വീഡിയോ ആണക്ക് പറയാം ഒരു 2 മിനിറ്റ് 2 മിനിറ്റ് 2 മിനിറ്റ്. ശ്രീരാജ് ചേട്ടാ, ശ്രീരാജ് അപ്പൊ ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പം രണ്ട് മിനിറ്റ് എടുത്ത സ്ഥിതിക്ക് നമുക്ക് ലിജോയെ വിളിക്കാം, ലിജോയുടെ ലൈഫ് ജേണലോട്ട് വിളിക്കാം. അതിനിടയ്ക്ക് എനിക്ക് ചോദിക്കാനുണ്ട്, നമ്മൾ ഇടയ്ക്ക് നമ്മൾ ചർച്ച ചെയ്ത് വിട്ടുപോയൊരു കേസുണ്ട്. അമൃത അവിടെ നടത്തിയൊരു കോപ്പിയടി നമ്മളെ സത്യം പറഞ്ഞാൽ നമ്മൾ ഒരു വലിയ കണ്ടന്റ് ആയിട്ട് എടുത്ത് വെച്ചിരുന്നതാണ്. ആ കണ്ടന്റ് നമുക്ക് ഇന്നലെ യഥാർത്ഥം ഇതിനൊക്കെ വേണ്ടിയാണ് അമൃതയെ വിളിച്ചത്. നമുക്ക് അമൃതയെ വിളിച്ചാലോ? അമൃതയെ വിളിച്ചതിനെ കുറിച്ച് ചോദിച്ചാലോ? ലിജോയെ അമൃതയെ വിളിച്ചാലോ? അമൃത വരും. അമൃത ഓഡിബിൾ ആണോ? കോപ്പിന്ന് കേട്ടപ്പോ ഇനി അമൃത പോയോ? മുങ്ങിയോ? അമൃത അവൈലബിൾ അല്ല. അപ്പൊ അത് അമൃത നമുക്ക് എന്തായാലും ഇടയ്ക്ക് വരണമെന്നുണ്ടെങ്കിൽ അല്ല, അമൃത വരണ്ട. അമൃത ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവം വേറെ എന്താ കേട്ടെ. പറഞ്ഞോളൂ ലിജോ ഇടയ്ക്ക് തിരക്കായോണ്ടാണ് അമൃതയോട്ട് പോയത്. ലിജോ പറഞ്ഞു. അല്ല ഞാൻ പറയാം, ഇച്ചിരി ഫ്രീ ആയി. ഞാൻ എന്ത് പറയണ്ടേ? ലിജോയെ ഇതുവരെ ഉള്ള ഒരു ലിജോയുടെ ഗ്രാഫ് ലിജോ വരച്ചിട്ടില്ല. ലിജോ ആ ഹൗസിൽ വന്ന് അന്ന് മുതൽ ഇന്ന് വരെ ലിജോ എങ്ങനായിരുന്നു, എന്തായിരുന്നു, ഓരോ ആഴ്ചയും ലിജോയുടെ നേട്ടം എന്തായിരുന്നു, കോട്ടം എന്തായിരുന്നു, ലിജോ ഒന്ന് വ്യക്തമാക്കി പറയുക. ഞാൻ ഇതിനോട്ട് പറയാം. ഞാൻ വന്നപ്പം തൊട്ടുള്ള കാര്യം പറയാം. ഞാൻ ആദ്യം വന്നപ്പോ വൈൽഡ് കാർഡ് ആയിട്ടാണ് കേറിയത്. പക്ഷെ എനിക്ക് ആദ്യം ആൾക്കാരുടെ കുറെ മിങ്കിൾ ചെയ്യാൻ പറ്റില്ലായിരുന്നു. ലിജോ മുഖം ഒന്ന് കറക്റ്റ് ആയിട്ട് സ്ക്രീനിൽ വരൂ. ഈ ലിജോ ഇങ്ങനെ കണ്ണ് മാത്രം കാണാൻ, ലിജോയുടെ മുഖം കറക്റ്റ് ആയിട്ട് സ്ക്രീനിൽ നേരെ വരും. എന്നിട്ട് സംസാരിക്കും. ഒരിടത്ത് നിന്ന് സംസാരിക്കും, ഇങ്ങനെ നടന്ന് സംസാരിക്കാതെ. ലിജോ ആദ്യം ഷോ എന്ന് ബഹുമാനിക്കാൻ പഠിക്കുക. ലിജോ താങ്കളുടെ കുട്ടികളെയാണോ, താങ്കൾ ഒരു കുട്ടികളെയാണോ ഈ ഷോയെ കാണുന്നത്? ബഹുമാനം കൊണ്ട് ഞാൻ പറയാം. പറഞ്ഞോളൂ. ഞാനൊരു വൈൽഡ് കാർഡ് എൻട്രി ആയിട്ടാണ് ഞാൻ കേറിയത്. എനിക്ക് ആദ്യം വന്നപ്പം ആരുമായിട്ടൊന്നും മിങ്കിൾ ചെയ്യാൻ എനിക്ക് അറിയാതെ കുറച്ച് പേരെ ഉള്ളായിരുന്നു. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കുറെ ആൾക്കാര്, അന്നേരം എനിക്ക് ആരുമായിട്ടൊന്നും അത്രയും മിങ്കിൾ ചെയ്യാനോ ഒന്ന്. ലിജോ ആ ഞങ്ങളൊക്കെ മുഖം സ്ക്രീനിൽ കാണുന്നുണ്ട്. ലിജോയുടെ മുഖം എങ്ങനെ സ്ക്രീനിൽ കാണുന്നത്? ലിജോ ശ്രദ്ധിച്ചോ? ഈ മുഖം സ്ക്രീനിൽ വരുന്ന രീതി സംസാരിക്കും ലിജോ. എന്നെ കാണത്തില്ലയോ? കാണത്തില്ലായിരുന്നു. മുഖം സ്ക്രീനിൽ വരുന്ന രീതി സംസാരിക്കും. ഇപ്പൊ കാണാമോ? ഇപ്പൊ കാണാം, സംസാരിച്ചോ. ഞാൻ വൈൽഡ് കാർഡായിട്ടാണ് ആദ്യമേ കയറിയത്. ഞാൻ പിന്നെ അന്നേരം എനിക്ക് എല്ലാവരുമായിട്ടൊന്ന് മിങ്കിൾ ചെയ്യാൻ ഭയങ്കര താമസമായിരുന്നു. ഞാൻ ഗ്രൂപ്പിൽ ഞാൻ സ്കോഡ് റൂം ടീമിലായിരുന്നു. പക്ഷെ എനിക്ക് അവരെ ആരും അറിയത്തില്ലായിരുന്നു. ഞാൻ എപ്പോഴും പോത്തൊന്നും ഇല്ലായിരുന്നു, വിളിച്ചാലൊന്നും പോത്തൊന്നും ഇല്ലായിരുന്നു. ഞാൻ വന്ന് കയറിയപ്പോ എനിക്ക് എങ്ങനെ കളിക്കണം, എന്ത് ചെയ്യണമെന്നൊന്നും അറിയത്തില്ലായിരുന്നു. എങ്ങനെ ഈ ഗെയിം എന്താണ്, ആൾക്കാരുടെ എങ്ങനെ കാണിക്കണമെന്നൊന്നും എനിക്ക് അറിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും എന്റെ സൈഡിലേക്ക് ഗ്രൂപ്പ് ഞാൻ മെൻഷനിക്കുമ്പോഴേ ഞാൻ പോത്തില്ലായിരുന്നു. എന്തിനാ പോകുന്നതെന്നൊക്കെ വിചാരിച്ചത്. പിന്നെ കുറച്ച് ദിവസം ഒരു 2-3-4 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇത് ഞാൻ എന്നെ തന്നെ ഞാൻ ഒന്ന് മാറി തുടങ്ങിയത്. ഇതേപോലെ വീഡിയോ ആണെങ്കിലും എന്തോ കാര്യങ്ങൾ എനിക്കൊക്കെ ഭയങ്കര മടിയായിരുന്നു. ഫേസ് ആൻഡ് കാര്യങ്ങൾ ചെയ്യാനാണെങ്കിലും എന്ത് വീഡിയോ ചെയ്യാനാണെങ്കിലും എന്ത് ചെയ്യാനും ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. അങ്ങനെ എനിക്ക് ഭയങ്കര മടിയായിരുന്നു. അതിനകത്തുനിന്നാണ് പിന്നെ ഞാൻ ഇതേപോലെ ഓരോ വീഡിയോകൾ ചെയ്ത് ഓരോ കാര്യങ്ങൾ ചെയ്ത് പിന്നെ ഞാൻ പലപ്പോഴും തോന്നുന്നുണ്ട് ഞാൻ വൈൽഡ് കാർഡായിട്ടല്ല കയറിയെങ്കിൽ ആദ്യമേ കയറിയാണെങ്കിൽ എനിക്ക് അത്യാവശ്യം നല്ല പോയിന്റ് കിട്ടുമായെന്നൊന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈൽഡ് കാർഡായിട്ട് കയറിയിട്ട് പോലും എനിക്ക് 10-300 സംതിങ് പോയിന്റ് ഉണ്ട്. അപ്പൊ ഞാൻ ഇത് നേരത്തെ കയറിയായിരുന്നെങ്കിൽ എനിക്ക് കുറച്ച് പോയിന്റ് ഒക്കെ കൂടുതൽ കിട്ടി, കുറച്ച് എനിക്കൊരു പ്രതീക്ഷ. പിന്നെ ബാക്കിലേക്ക് വരരുത് കേട്ടോ. ആദ്യമൊക്കെ കുറച്ച് മിങ്കിൾ ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു ഇവരായിട്ടൊക്കെ. ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ആയതുകൊണ്ട് പിന്നെ പെയ്യാണ് ഇവരായിട്ടൊക്കെ ലിജോ ഇന്നലെ പറഞ്ഞൊരു കാര്യത്തോടെ വീണ്ടും കാര്യം ലിജോ ഇന്നലെ ബസ്സിനകത്തായിരുന്നു എന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. ലിജോ പറയുന്നത് ഇവിടെ ഭയങ്കര ഗ്രൂപ്പിസ് ആണ്, പലരും കൊച്ചച്ഛന്റെ മക്കളും കുഞ്ഞമ്മയുടെ മക്കളും വല്യച്ഛന്റെ മക്കളും ആണെന്ന് പറയുന്നു. അപ്പൊ അങ്ങനെ കുറെ സംഭവങ്ങൾ പറയുന്നുണ്ട്. കൃത്യമായിട്ട് ആരൊക്കെയാണ് ഇങ്ങനെ ഇന്ന് ഗെയിം കളിക്കുന്നത്, എത്ര ഗ്രൂപ്പ് ഉണ്ട് ഇവിടെ? ഇത് ലിജോയ്ക്ക് മാത്രമേ കൃത്യമായിട്ട് അറിയാം, ഞങ്ങൾക്കും ഞങ്ങൾക്ക് ഇത് അറിയേണ്ട അത്യാവശ്യ കാര്യമാണ്. ലിജോ ഒന്ന് വ്യക്തമാക്കുക, എങ്ങനെയാണ് ഗ്രൂപ്പുകൾ, ഓരോരുത്തരുടെ ഗ്രൂപ്പുകൾ ആരൊക്കെ നിന്നാണ് കളിക്കുന്നത്, ഒന്ന് കൃത്യമായിട്ട് പറയും. ഞാൻ മഹാദേവന്റെ കാര്യം പറയാം. മഹാദേവൻ പറയുന്നത് പ്രിൻസ് ബ്രോ മഹാദേവന്റെ വല്യച്ഛന്റെ മോനെ ഫുൾ ടൈം പറയുന്ന വല്യച്ഛന്റെ മോനാണ്
ഞാൻ എന്റെ വല്യച്ഛൻ എന്റെ ചേട്ടനെ എങ്ങനെ കാണുന്നത്, അതേപോലെയാണ് ഞാൻ എന്താ പ്രിൻസ് ബ്രോയെ കാണുന്നത്, എന്റെ ചേട്ടൻ. എന്നിട്ട് പിന്നെ ഇന്നലെ ഒരു വിഷയം വന്നപ്പം മഹാദേവൻ തിരിച്ചു പറയാം, ഞാൻ ഇവിടെ ശത്രുവായിട്ട് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കൊരു എതിരാളിയായിട്ട് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല പ്രിൻസ് ബ്രോയാണ്, പ്രിൻസ് ഏട്ടനെയാണ് ഞാൻ എന്റെ ശത്രുവായിട്ട്. ഞാൻ കേട്ടിട്ടില്ല ഇവ എപ്പോഴാ പ്രിൻസ് ബ്രോയെ ശത്രുവായിട്ടാണോ എതിരാളിയായിട്ടാണോ സംസാരിക്കുന്നത്, ഞാൻ എവിടെയും കേട്ടിട്ടില്ല. പക്ഷെ ഇവൻ ഇന്നലെ എന്റെ അടുത്ത് അങ്ങനെ സംസാരിച്ചു. ഞാനതൊരു ചോദിക്കുകയും ചെയ്തു, നീ എവിടെയാണ് മഹാദേവ് ഇതേപോലെ പ്രിൻസ് ബ്രോയെ എന്താ ശത്രുവായിട്ട് പറഞ്ഞ്? അതൊക്കെ ചുമ്മാതെ ഓരോ കാര്യങ്ങൾ നിൽക്കാൻ വേണ്ടി. അതാ ഞാൻ പറഞ്ഞത്, ചുമ്മാ വല്യച്ഛന്റെ മോനായിട്ട് ഇപ്പം പറയുന്ന കാര്യമല്ല പിന്നെ പറയുന്ന കാര്യമല്ല വീണ്ടും പറയുന്നത്. പിന്നെ ഗ്രൂപ്പിസം പിന്നെ ഗ്രൂപ്പിസമിന്റെ കാര്യം പറഞ്ഞല്ലേ തുടങ്ങിയേക്കണേ. ഗ്രൂപ്പിസം പിന്നെ ചിന്തയൊക്കെ എത്ര ഗ്രൂപ്പ് ഉണ്ട്? ഗ്രൂപ്പ് എനിക്ക് ജിതിനെയൊക്കെ ഗ്രൂപ്പിസം ആണെന്ന് തോന്നിയിട്ടുണ്ട്. ജിതിൻ ഗ്രൂപ്പായിട്ട് അശ്വതിയുടെ പേര് മാത്രം പറയലും ഒരു എന്താണ്, അവര് നേരത്തെ പരസ്പരം അറിയാവുന്നത് കൊണ്ടായിരിക്കും ഒരു ഗ്രൂപ്പിസമായിട്ട് അവർ കളിക്കുന്നത് എനിക്ക് തോന്നുന്നത്. ലിജോ ഇത് വീക്കെൻഡ് എപ്പിസോഡ് അവസാനത്തെ അവസരമാണ്, കൃത്യമായിട്ട് പറയാം. കാരണം ഇനി ഇതുപോലത്തെ അവസരം കിട്ടത്തില്ല. ഇനി ഫിനാലെ വീക്കിലോട്ട് പോകും. നിന്റെ നമുക്ക് അവസരമില്ല. ഇവിടെ എത്ര ഗ്രൂപ്പ് ഉണ്ട്, ഓരോ ഗ്രൂപ്പിൽ ആരൊക്കെ ഉണ്ട്, ആരൊക്കെ ആണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ച് കളിക്കുന്നത്, കൃത്യമായിട്ട് പറയും. ഇതുപോലെ അവസരം കിട്ടിയിരിക്കുന്നത് കൃത്യമായിട്ട് പറയും. ഇവിടെ ഗ്രൂപ്പിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിൻസ് ബ്രോ, അശ്വതി അവരൊരു ഗ്രൂപ്പ്, മഹാദേവ് ഒരു ഗ്രൂപ്പ്. ഇപ്പൊ എന്ത് നോമിനേഷൻ വന്നാലാണെങ്കിൽ പോലും, എന്ത് കാര്യം വന്നാലാണെങ്കിൽ പോലും ഇവര് മൂന്നുപേരും മഹാദേവ് ഒറ്റയ്ക്ക് ഗ്രൂപ്പോ? മഹാദേവ് ഒറ്റയ്ക്കല്ല, ഇവരെ ടീമിലോട്ട് മഹാദേവ് അള്ളിപ്പിടിച്ച് കയറുന്നത്. ആ കാര്യം ഞാൻ പറയുന്നത്. പിന്നെ അതായത് ചിന്തയ്ക്ക് വേറെ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, ഈ ഔട്ടായി പോയ അഞ്ജലിയോ അങ്ങനെ കുശൊക്കെ ഇല്ല. അങ്ങനെ ചിന്തയെ കുറെ പിള്ളേരെ നടുക്കി നിർത്തി സർക്കിളിൽ നിർത്തിയിട്ട് എന്ത് കാര്യം വന്നാലും എന്നിട്ട് എന്ത് ഇത് വന്നാലും ചിന്തയുടെ പേര് പറയലും. ബാക്കിയുള്ളവർ നേരെ ഒരു കാര്യം ചെയ്താൽ പോലും നമ്മുടെ പേരൊന്നും പറയാൻ ആരുമില്ല. പക്ഷെ ഇവരൊക്കെ എന്ത് പോക്കത്ത് ഇത് അവരാധം കാണിച്ചാലും പറയും, അവര് ചിന്ത നല്ലോണം കളിച്ച്, അല്ലെങ്കിൽ ബാക്കിയുള്ളവർ നല്ലോണം കളിച്ച്, അവർക്ക് സൂപ്പർ ആയിരുന്നു, അങ്ങനെ ആയിരുന്നു എന്നൊക്കെ. ചിന്ത അവരൊക്കെ കൂടെ നിർത്തി പിന്നെ അവരെയൊക്കെ പുറത്താക്കുന്നുണ്ടല്ലേ? ചിന്ത അതിലെ കുറുക്കന്റെ ബുദ്ധിയാണ്. ചിന്ത കൂടെ നിർത്തിയിട്ട് ലാസ്റ്റ് പണി കൊടുത്തിട്ട് പോകുന്ന ഒരു വ്യക്തിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ചിന്ത. അപ്പോ ശ്രീരാജേട്ടാ, അതെ, ഞാൻ ഇനി വേറെ ഇത് ചാറ്റുമായിട്ട് ബന്ധപ്പെട്ട ലിജുമായിട്ട് ബന്ധപ്പെട്ട വിഷയമല്ല. ഇന്നലെ രാത്രി യഥാർത്ഥത്തിൽ ഈ പ്രിൻസുമായിട്ടുള്ള ആ വിഷയം എന്തായിരുന്നു? പ്രിൻസും കാറ്റുമായിട്ട് പ്രശ്നം എന്തായിരുന്നു? ഒരു 9:30 തുടങ്ങിയ വിഷയമാണല്ലോ, വെളുപ്പാങ്കാലത്ത് 3:30 നിന്നില്ല. എന്തായിരുന്നു നിങ്ങൾ തമ്മിലുള്ള വിഷയം? പ്രിൻസ് ഓടിപ്പാണോ? പ്രിൻസിന്റെ ഒച്ച അധികം എന്താണ് പ്രശ്നം? ആക്ച്വലി നിങ്ങൾ തമ്മിലുള്ള വിഷയം എന്തായിരുന്നു? ഈ ലിജോയും പ്രിൻസും തമ്മിൽ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു വിഷയം ഉണ്ടാകുന്ന സാഹചര്യങ്ങളൊന്നുമില്ല. എന്താണ് ഇത്രയും നിങ്ങളെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, തുടക്കം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവ ഗ്രൂപ്പ് പറയുന്നുണ്ട്, ഗ്രൂപ്പ് മഹാദേവൻ അശ്വതി എന്നൊക്കെ പറയുന്നത് ഗ്രൂപ്പിസത്തിന്റെ കാര്യം പറയുന്നുണ്ട്. ഒരിക്കലും ഞങ്ങൾ തമ്മിൽ ഗ്രൂപ്പിസമല്ല. ഞാൻ അശ്വതിനെ പല ഗ്രൂപ്പിലും കണ്ടിട്ടുണ്ടെങ്കിലും ഞങ്ങൾ നേരെ വന്ന് സംസാരിക്കുമ്പോൾ ഇതിൽ വന്നതിന് ശേഷമാണ്. പിന്നെ ചാമ്പ്യൻസ് ടീമിനകത്ത് അത് ചിലപ്പോൾ ബിഗ് ബോസിനകത്തുള്ളവർക്ക് മനസ്സിലാവും ഞങ്ങൾ അതിനകത്ത് എത്രത്തോളം സംസാരിക്കുന്നുണ്ട്. അപ്പൊ അതിനുള്ള അകത്തുള്ള സംസാരമാണ്. പിന്നെ ആ ചാമ്പ്യൻസ് ടീമിലുണ്ടായിരുന്നപ്പോൾ എല്ലാവരും നല്ല ഒന്നിച്ച് കളിച്ചു, ആ ഒരു ഇത് ഉണ്ടായിരുന്നു. പിന്നെ എപ്പോഴും പറയുന്ന ഒരു കാര്യം, എപ്പോഴും ഞാൻ 3-4 പേരെ പേര് മാത്രം പറയുന്നുണ്ട്. ഒരിക്കലുമില്ല, ഞാൻ കറക്റ്റ് 12 പേരെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ മാറിയും. എന്നിട്ട് പിന്നെ അടുത്ത ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഇവൻ പറഞ്ഞത് അതുമായിട്ട് പിന്നെ സംസാരിച്ച് പോയിട്ട് അവൻ ഇവിടെ നല്ല പ്ലെയർ ആണ്, അതാണ് നടന്നത്. ഞാൻ പറഞ്ഞു ഒരിക്കലുമല്ല. കാരണം അവൻ എന്നിട്ട് പറഞ്ഞു അവൻ താമസിച്ച് വന്നത് കൊണ്ടാണ്. വീഡിയോ വരാൻ പറ്റും. വീഡിയോ വരാൻ പറ്റുന്ന സാഹചര്യം വീഡിയോ വരാൻ പറ്റും. ഇത് വീക്കെൻഡ് എപ്പിസോഡ്, അവസാനത്തെ വീക്കെൻഡ് എപ്പിസോഡ്. അപ്പൊ പ്രിൻസിനാണെന്ന് കാണണമെന്ന് പലരും കാണാത്ത വ്യക്തികളാണ്. ഓക്കെ കാര്യം പലരും പ്രേക്ഷകർ ആവശ്യപ്പെടുന്ന മുഖങ്ങളാണ്. ഒന്ന് പ്രിൻസിന്റെ മുഖം, ഒന്ന് ക്യാറ്റിന്റെ മുഖം, അതുപോലെ തന്നെ മൻസൂറിന്റെ മുഖം. പ്രേക്ഷകർക്ക് ഭയങ്കര താല്പര്യമാണ് നിങ്ങളെ കാണാൻ. എന്താണെന്ന് അറിയില്ല, നമ്മളൊന്നും ആർക്കും കാണണ്ട. നിങ്ങളൊക്കെ എല്ലാവരും കാണാൻ ഭയങ്കര ആഗ്രഹം. ഓക്കെ, പറഞ്ഞോളൂ. എവിടെ നിർത്തിയേ? ഗ്രൂപ്പിസം. അപ്പോ ഇവൻ താമസിച്ച് വന്നതുകൊണ്ടാണ് ഇവന് സ്കോർ ചെയ്യാൻ പറ്റുന്നത് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ജിതിന് മൊത്തം മാർക്ക് മൈനസ് ചെയ്തതാണ്. അപ്പോ അവന് പിന്നീട് അവൻ കളിച്ചു നേടിയതാണ്. അപ്പൊ കളിക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആർക്കും കളിച്ചു നേടാവുന്നേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് പറഞ്ഞ് എനിക്ക് ഇതിന് നിൽക്കാൻ യോഗ്യതയില്ല, ഞാനെന്തോ വെറുതെ കയറി എന്നെ ടോപ്പ് ഫീലെത്തി പോലെ സംസാരിച്ചു. അന്നേരം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പൊട്ടി. പിന്നെ ആയിരുന്നു അങ്ങോട്ടുള്ള എന്തൊക്കെയോ നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. ഇതാണ് അവിടെ ഉണ്ടായിരുന്നത്.
പിന്നെ അവൻ പറയുന്നതൊന്നും കറക്റ്റ് കാര്യമില്ല. കാരണം അവന് ഞാൻ പറയുന്നത് പോലും നേരെ വന്നൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ വ്യക്തമായിട്ട് ഓരോ കാര്യങ്ങൾ എടുത്തിട്ട് അല്ലല്ല അത് ലിജോയ്ക്ക് അവസരം തരാം. മ്യൂട്ട് ചെയ്തോ, വിളിക്കാം. ലിജോ വിളിക്കാം. ഈ മാർക്കിന്റെ കാര്യവും അല്ലെങ്കിൽ ഇന്ന ടാസ്കിൽ ഇന്നത് നിനക്ക് ഇത്ര കിട്ടി, ഇത് ഈ ബോണസ് ടാസ്കിലാണ് നിനക്ക് ഇത്ര കീറിയത്, എന്നിട്ട് കുറച്ച് ചിന്തയെ അവരെ വെച്ച് കമ്പയർ ചെയ്ത് ഞാൻ പറഞ്ഞു കൊടുത്തു, എടാ ഇന്ന ടാസ്കിലാണ്. പിന്നെ എന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ മിക്കവാറും ടാസ്കിലൊക്കെ ഞാൻ ഡ്രൈവിംഗിലായിരിക്കും. ആ സമയത്ത് 1-2 ടാസ്കിൽ ഞാൻ കയറിയിട്ട് പിന്നെ പെട്ടെന്ന് കാണത്തില്ല. കാരണം നിന്റെ വണ്ടിക്കകത്ത് ആളിരിക്കുന്ന സമയത്ത് എനിക്ക് പറ്റത്തില്ല. ആളിരിക്കുമ്പോൾ പിള്ളേരുള്ള സമയത്ത് കുഴപ്പമില്ല, മേഡം ഉണ്ടെങ്കിൽ എനിക്ക് ഗെയിം കളിക്കാൻ പറ്റത്തില്ല. അങ്ങനെ എനിക്ക് പാളിപ്പോണ ഗെയിംസ് ആണ് ഇടയ്ക്കുള്ള ഗെയിംസ് ഒക്കെ. ഇടയ്ക്കൊക്കെ ഞാൻ വോയിസ് ടൈപ്പിംഗിൽ ഗെയിമിൽ ആൻസർ ഇടുന്ന ഞാൻ വോയിസ് ടൈപ്പിംഗ് ചെയ്യണം. ഒരു കാര്യം പ്രിൻസ് ഇത്ര പെട്ടെന്ന് എങ്ങനെയാണ് ഈ ഇത്രയും സെന്റൻസ് എഴുതിയിട്ട് എന്നുള്ള സംശയം ഉണ്ടായിരുന്നു. അത് ഞാൻ ഇഷ്ടപ്പെട്ടുപോയി. ഇത്രയും സെന്റൻസ്, അതായത് 2 മിനിറ്റ് കൊണ്ടൊക്കെ ചിന്ത, അതുപോലെ തന്നെ പ്രിൻസ് ഒക്കെ ഇത്രയും സെന്റൻസ് എങ്ങനെ എഴുതിയിട്ടു എന്നുള്ളൊരു ചോദ്യം. അതെങ്ങനെയാണ് ഇത്ര എഴുതാൻ സാധിക്കുന്നത്? ഇതൊക്കെ വലിയൊരു സംഭവമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഫോണിൽ എല്ലാവരും ഫോണിലുള്ള സംഭവം തന്നെയാണ്. നമ്മൾ പറയുമ്പോൾ അതുപോലെ അങ്ങ് ടൈപ്പ് ചെയ്ത് തരും. അങ്ങനെ പെട്ടെന്ന് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങ് ടൈപ്പ് ആയി കിട്ടില്ല, പിന്നെ അങ്ങ് സെൻഡ് ചെയ്താൽ മതിയല്ലോ. അത്രേ ഉള്ളൂ, സിമ്പിൾ ആണ്. ഇപ്പൊ ടെക്നിക്കൽ എല്ലാവർക്കും പറഞ്ഞിട്ടുണ്ടോ? കാര്യം പലർക്കും അറിയത്തില്ല. അതൊക്കെ പലരും മനസ്സിലാക്കില്ല. ടൈപ്പ് ചെയ്ത് ഇഷ്ടംപോലെ ടൈപ്പിംഗ് മിസ്റ്റേക്ക് ഇഷ്ടംപോലെ ഉണ്ട്. അത് നേരെ വായിച്ചു നോക്കി കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാവും. കാരണം നമ്മൾ വോയിസ് കറക്റ്റ് ആയിട്ട് വന്നില്ലെങ്കിൽ ചില നേരത്ത് അത് ടൈപ്പിംഗ് മൊത്തം മിസ്റ്റേക്ക് ആണ്. ഞാൻ ടൈപ്പ് ചെയ്യണ മൊത്തം മിസ്റ്റേക്ക് അല്ലേ മലയാളം? ഒന്നും കറക്റ്റ് അല്ലല്ലോ. വാക്കുകളൊക്കെ ചെറിയ വാക്കുകളൊക്കെ മിസ്റ്റേക്ക് ആണ്. അത് വോയിസ് ടൈപ്പിങ്ങിന്റെ കുഴപ്പമാണ്. ഇന്നലെ ഞങ്ങൾ യഥാർത്ഥത്തിൽ ഞങ്ങൾ ഉദ്ദേശിച്ചത് നിങ്ങൾ ആരെങ്കിലും ഒരാള് വഴക്കോട്ടുണ്ടാക്കി ഒരാൾ ഇന്നലെ എവിക്റ്റായി പോകാൻ സാധ്യതയുണ്ടെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. 2:30 വരെയൊക്കെ ഞങ്ങളൊക്കെ ഉണർന്നിരുന്നു. അങ്ങനെ ഞങ്ങൾ വളരെ ഏതെങ്കിലും ഒരാള് ബാലി അല്ലെങ്കിൽ സുഗ്രീവൻ ഏതെങ്കിലും ഉള്ളം വിരിച്ചു ഒരാളുണ്ടാവും. 3 മണി വരെ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ പറഞ്ഞില്ല, ഞങ്ങൾ അഡ്മിൻസ് മൊത്തം ഗ്രൂപ്പുകളിലായിരുന്നു. ഇതിൽ ആരാണ് പുറത്തു പോകുന്ന അറിയാൻ വേണ്ടി ഞങ്ങളിങ്ങനെ ലൈവായിട്ട് വീക്ഷിക്കുകയായിരുന്നു. സിരാജേട്ടാ 3 മണിക്ക് ശേഷം 2 പേര് കൺവെർസേഷൻ കഴിഞ്ഞിട്ട് എടുക്ക് കേറി അജ്മൽ വന്നേക്കണ്. അത് കുറച്ച് പോയി. അതിനെടുക്ക് രാശ പാട്ട്. അത് ഞാൻ രാവിലെ കണ്ടത്. സീരിയസ് ആയിട്ട് സംസാരിക്കുമ്പോ റഷ്യൻ അതാണെങ്കിൽ ആരും മൈൻഡ് ചെയ്യുന്നതുമില്ല. പാവം എത്ര പാട്ടാ പാടി, എത്ര ഓടിയിട്ടെന്നറിയാമോ? ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടെ, ആ സമയത്ത് സത്യത്തിൽ അവൻ സീരിയസ് ആയിട്ട് സംസാരിച്ചല്ലെന്നാണ് പിന്നെ എനിക്ക് മനസ്സിലായത്. അവൻ ചുമ്മാ എന്നെ ഒന്ന് ഇളക്കാൻ നോക്കിയതാ. പിന്നെ എനിക്ക് മനസ്സിലായത്. ആ സമയത്ത് എനിക്ക് മനസ്സിലായില്ല. ശ്രീരേട്ടാ, നമുക്ക് ഇതിലേക്ക് ഒരു കാര്യം, ആദിത്യ, നമ്മുടെ ഒരു ദിവസം ഒരു രാത്രി ഒരുപാട് സമയം തോന്നുന്നു ബെഡ്റൂമിൽ നടന്നൊരു സംഭവമാ. ആദിത്യ ഒന്ന് പ്ലേ ചെയ്യാവോ? ഓഡിയോ പ്ലേ ആദിത്യ. ആദിത്യ എല്ലാരും ശ്രദ്ധിച്ചേക്കണേ. മൻസു 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 ഓഡിയോ. മൻസു ഓക്കെ. അപ്പൊ നമ്മുടെ ഇതിനകത്ത് പ്രിൻസിന്റെ കേട്ട് പ്രിൻസിന്റെ ഭാഗം കേട്ടു. മനസ്സ് പറയും. അതുപോലെ തന്നെ ശ്രീരാജേട്ടാ, നമുക്ക് വേറൊരു കാര്യം എടുത്തു പറയണം. നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു ഈ വന്ന ക്യാപ്റ്റൻസ് എല്ലാവരും നിങ്ങൾ ഫുൾ ടൈം ഈ അടിയും ബഹള പണിഷ്മെന്റ് ഇങ്ങനെ തന്നെ ഇരിക്കുകയെന്ന്. അത് വിലക്കെടുത്തിട്ടാണെന്ന് തോന്നുന്നു. ഇന്ന് രാവിലെ അവര് ടാസ്ക് ഒക്കെ നടത്തിയും എന്റർടൈൻമെന്റ് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. ഒരു നല്ലൊരു അപ്രിസിയേഷൻ കൊടുക്കും. നല്ലൊരു കാര്യം. അത് ആരെ തുടങ്ങി വെച്ചത് സംഭവം ഇന്നലെ ഗംഭീരമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഇന്ന് നിങ്ങൾ ആ നടത്തിയ ടാസ്ക് ഞങ്ങളെല്ലാം പറയാൻ ചെയ്തു. ഇന്ന് നമ്മൾ പ്രത്യേകിച്ച് ടാസ്ക് കൊടുത്തത് നിങ്ങൾ അവര് പരസ്പരമായിട്ട് ടാസ്കുകൾ ചെയ്തല്ലോ. നല്ലൊരു കാര്യമായിട്ടത്. കാര്യം ഇങ്ങനെ ഇന്നോവേഷൻ ആയിട്ട് നിങ്ങൾ ഇന്നോവേറ്റീവ് ആയിട്ട് കണ്ടന്റ് ആയിട്ട് നിങ്ങൾക്ക് തന്നെ ചെയ്യാം. എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം അവിടെ. ചുമ്മാ നിങ്ങൾ വഴക്കൂടിക്കൊണ്ടിരിക്കാതെ. സിരാജേട്ടാ, ഇന്ന് 28 ദിവസം 27 ദിവസം ബിഗ് ബോസ് വിളിച്ച് പറഞ്ഞ കാര്യം, ഞങ്ങൾ ഹോസ്റ്റ് ചെയ്യുന്ന സമയത്തും പറഞ്ഞ കാര്യം, അവർക്ക് ഇന്നാ വെളിപാട് വന്നേക്കണേ. അതെ, പറഞ്ഞ കാര്യം അവര് വാല്യൂ ചെയ്ത് അവരത് ചെയ്തത്. അവര് യഥാർത്ഥ ഇതിനകത്ത് പ്രശ്നം അറിയാം. പലരും ഇതിനകത്ത് പൊരുത്തപ്പെടാൻ വൈകിപ്പോ. ഇപ്പൊ മനസ്സ് വന്നപ്പോ പോലും മനസ്സ് അവിടെ സ്റ്റാർട്ടിങ് ട്രബിളായിട്ട് നിൽക്കുക. ഇത് എങ്ങനെ ഇറങ്ങണമെന്നുള്ള മനസ്സിന് കൺഫ്യൂഷനാണ്.
അതുപോലെ തന്നെ ക്യാറ്റ് വന്നിട്ട് യഥാർത്ഥം അവനത് പിടുത്തം കിട്ടിയില്ല, ഇത് എങ്ങനെ ഇറങ്ങി കളിക്കാം. പക്ഷെ ഇത് ഇറങ്ങി കളിച്ചപ്പം ഈ നനഞ്ഞാ കുളില്ല എന്നുള്ള ചൊല്ലുണ്ടറിയോ, നനഞ്ഞാ കുളില്ല. ഇറങ്ങി ഇവരിറങ്ങിയപ്പോ മനസ്സിലായി, ഓ ഇവരിങ്ങനാണ്, എനിക്ക് ഞാനും ഇങ്ങനെ, മനസ്സിലായില്ലേ? അപ്പൊ ആ ഒരു മിങ്കിൾ ചെയ്യാനുള്ള ഒരു മീൻസ് അതാണ് ഇവർക്ക് പറ്റി കുഴപ്പമെന്ന് എനിക്ക് മനസ്സിലായി. മാത്രമല്ല നമ്മളിത് പറഞ്ഞില്ലേ പരിചിത പ്രജ്ഞനാവുക എന്ന് പറയും, മലയാളത്തിൽ വലിയ വാക്കാണ്. ഇവര് പരിചിത പ്രജ്ഞരായി. അപ്പൊ ഇവർക്ക് ഇത് എന്താണ് ഗെയിം എന്ന് പിടുത്തം കിട്ടിയപ്പം സത്യം പറഞ്ഞാൽ ഇതൊരു 35 ദിവസം കൊണ്ട് 50 ദിവസം കൊണ്ട് കുറച്ചുകൂടെ ഗെയിം നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഞാൻ അതുകൊണ്ട് അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം ചിന്തിച്ചത്. പറയൂ. എക്സ്റ്റെൻഡ് ചെയ്യട്ടെ ഷോ? വേണ്ട, ഇതിപ്പോ നമുക്ക് 35 നിർത്താം. കാര്യം എന്താ, അത് വേറെ ഒന്നല്ല, 35 നിർത്താം. അല്ലല്ല ഞാൻ പറയാം കാര്യം ഓണമൊക്കെ വരികയാണ്, നമുക്ക് നിർത്താം. അടുത്ത ഷോ നമ്മൾ പറയാം, നമ്മുടെ സീസൺ 2 50 ദിവസമായിരിക്കും. കാര്യം നമ്മൾ ഇതിൽ നിന്ന് പഠിച്ചാണ് സീസൺ 2 50 ദിവസമായിരിക്കും. നമ്മളെ ഈ ഒരു ഇന്നത്തെ ഒരു എന്റർടൈൻമെന്റ് ടാസ്ക് കൊണ്ടുവന്ന 2 പേർക്ക് ഒരു പ്രത്യേക അപ്രിസിയേഷൻ കൊടുക്കണം. പ്രിൻസും ജിതിനും. ആരാ കൊണ്ടത്? പ്രിൻസും ജിതിനും. ഓക്കെ, ഞങ്ങളുടെ വലിയൊരു ഗുഡ് ക്ലാപ്പ് ഉണ്ട് കേട്ടോ നിങ്ങൾക്ക്, വലിയൊരു ഗുഡ് ക്ലാപ്പ് ഉണ്ട്. അതായത് പ്രത്യേകിച്ച് ആ മോർണിംഗ് ആക്ടിവിറ്റി ഒക്കെ ഞാൻ ഇപ്പോഴാണ് കണ്ടത്. മോർണിംഗ് ആക്ടിവിറ്റി ഒക്കെ പ്രിൻസ് ചെയ്തേക്കാം. പ്രിൻസ് ഈ ഐഡിയ ഒക്കെ പ്രിൻസ് എവിടെ കിട്ടിയത്? മറ്റേ ക്യാൻഡിലേക്ക് ഡിന്നറിന് കൊണ്ടുപോകണമെന്ന് സംഭവം, അതുപോലെ തന്നെ പിന്നെ അതായത് ട്രിപ്പിന് പോകുന്ന കാര്യം, പിന്നെ അതുപോലെ തന്നെ വേറെന്താ പറഞ്ഞിരുന്നത്, സിനിമ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ അതെ അത് നമ്മൾ പോലും കൊടുക്കാൻ സംഭവം, നായകനായികയായിട്ടൊക്കെ ആരെ വെക്കും എന്നൊക്കെ പറയാം. അങ്ങനെയുള്ള തോട്ട്സ് മനസ്സിലായി, ഇതൊക്കെ ഇന്നോവേഷൻ ആണ്. അപ്പൊ നിങ്ങൾ ഇതുപോലെ തോട്ട്സ് കൊണ്ടുവരിക, നല്ല രീതിയിൽ എന്റർടൈൻ ചെയ്യുക, അങ്ങനെയുള്ള നല്ല നല്ല രീതിയിലുള്ള കണ്ടന്റ്സുമായിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. പ്രിൻസ് ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാവോ? ഓക്കെ. രാവിലെ തന്നെ ഉറക്കെഴുന്നേറ്റപ്പോൾ ഭയങ്കര ബോറടിയായിരുന്നു. കാരണം ഇന്ന് മോർണിംഗ് ടാസ്ക് അത് ഇത്, പിന്നെ ഇപ്പൊ 2 ദിവസം കൊണ്ട് എനിക്ക് ഓട്ടോ ഇല്ല, ഞാൻ വെറുതെ ഇരിക്കണം റൂമിൽ. അപ്പോ വെറുതെ ഇരുന്നപ്പോൾ പിന്നെ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടാന്ന് തോന്നിയിട്ട് രാവിലെ വെറുതെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിരുന്ന് ബോറടിക്കും. എന്നിട്ട് പിന്നെ മോർണിംഗ് ടാസ്ക് ആയിട്ട് അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞിട്ട് ചെയ്ത സംഭവം. ഓക്കെ, എന്തായാലും നന്നായിട്ടുണ്ട്. അപ്പൊ ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ജിതിനെന്താ ചെയ്തത്? ഞാൻ ശ്രദ്ധിച്ചില്ല. ജിതിനെന്താ ചെയ്തത്? ഞാനൊരു ലോഗോ ഓഫീസ് ആണ് നടത്തിയത്. ഒരു വെറുതെ ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് കുറച്ചൊരു 15 മിനിറ്റോളം നിൽക്കാന്നുള്ള രീതിക്ക് ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് ഒരു ലോഗോ ഓഫീസ് നടത്തി. അപ്പൊ അതിന്റെ റിസൾട്ട് ആഫ്റ്റർ എലിമിനേഷൻ പ്രഖ്യാപിക്കുന്നു. അതെ, ബക്കാടി അങ്ങനെയുള്ള അല്ല, അതൊക്കെ ഫേമസ് ബ്രാൻഡുകളായ കാരണം അതങ്ങനെ ഒന്ന് കൊണ്ടുവന്ന് ഒരു എന്റർടൈൻമെന്റ് ആക്കാൻ. ഏതാ നാസില? ഞാൻ ആദ്യമായിട്ടാണ് ശരിക്കും അതൊക്കെ കാണുന്നത്. അപ്പൊ എന്തായാലും നന്നായിട്ട് ഇടയ്ക്ക് പ്രിൻസിന്റെ ക്യാറ്റിന്റെ ഇഷ്യൂ ആണ് സംസാരിച്ചത്. പ്രിൻസ് കാര്യം പറഞ്ഞു. ഇനി ലിജോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് അടുത്ത കാര്യങ്ങളോട്ട് പോവാം. ഇനി എവിക്ഷൻ ഉണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് ചെയ്യാനുണ്ട്. അപ്പൊ ഇതൊന്ന് ക്യാറ്റ് എന്താണ് ക്യാറ്റ് മീൻസ് ഈ വഴക്കിനെ കുറിച്ച്, ക്യാറ്റ് എങ്ങനെയാണ് ഈ വഴക്കിലോട്ട് വന്നത്, എന്തായിരുന്നു ഇതിന്റെ പരിസമാപ്തി? നിങ്ങൾ എപ്പോഴും വഴക്കാണോ, അതോ നിങ്ങൾ തമ്മിൽ പറഞ്ഞ് സെറ്റായോ? എന്താണ് ക്യാറ്റ് പറയാനുള്ളത്, അല്ലെങ്കിൽ ലിജോയ്ക്ക് പറയാനുള്ളത്? ലിജോ ഉണ്ടോ? ഓൺലൈനിലുണ്ടോ? ഉണ്ട്. പറഞ്ഞോ, എന്താണ് മുഖം നന്നായിട്ട്? ലിജോ എന്താണ് ഈ ലിജോയുടെ ചുണ്ട് കാണാനല്ല ഞങ്ങൾ ഇരിക്കുന്നത്. ലിജോയുടെ മുഖം ഒന്ന് കാണണ്ടേ? ഈ ഫേസ് ഞങ്ങൾ എല്ലാവരും ഫേസ്, എന്റെ ഫേസ് ആണ്, എന്റെ ചുണ്ടാണോ കാണുന്നത്, എന്റെ മുഖമാണോ കാണുന്നത്? ക്യാമറ വയ്ക്കുന്നേ അല്ല, ഞാൻ കാണുന്നില്ലേ? കാണുന്നുണ്ട്. മുഖം ക്യാമറ എടുത്ത് മുഖത്തിന് നേരെ വയ്ക്കൂ, ഇച്ചിരി ദൂരോട്ട് വയ്ക്കൂ. ക്യാമറ ഇച്ചിരി ദൂരോട്ട് വയ്ക്കൂ. സ്റ്റേജ് ഫിയർ ഉണ്ടോ? ചെറുതായിട്ട്. അതായത് പണ്ട് ലിജോയുടെ പ്രത്യേകത, ലിജോയുടെ മുഖം പുറത്ത് കാണുന്ന ലിജോയ്ക്ക് ഇഷ്ടമല്ല. ലിജോയുടെ ചുണ്ട്, കണ്ണ്, ചെവി ഇതൊക്കെ മാത്രമേ കാണാവൂ. അങ്ങനൊന്നുമില്ല. പറഞ്ഞോളൂ ലിജോ, പറഞ്ഞോളൂ. എന്താണ് എല്ലാവരും ഇന്നലെ ഈ വഴക്കുണ്ടാകാനുള്ള റീസൺ എന്താണ്? ലിജോ സീരിയസ് ആയിട്ട് വഴക്കുണ്ടാക്കിയാണ് അത് പ്രിൻസ് ബ്ലോഗ് പൊട്ടിയതാണ്. ഞാൻ ഇന്നലെ രാത്രി വന്നിട്ട് പറഞ്ഞില്ല, ഇവിടെ ഗ്രൂപ്പീസ് ആണ്, ഇവരിങ്ങനെയാണ് കളിക്കുന്നത്, ഗ്രൂപ്പായിട്ട് കളിക്കുന്നതെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ രാത്രി വന്ന് പ്രിൻസ് ബ്ലോ എന്തൊക്കെയോ പറഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് വീണ്ടും അത്രയും സംസാരമായത്. പ്രിൻസ് ബ്ലോ പറഞ്ഞ എല്ലാവരും എന്തോ, ഞാൻ പ്രിൻസ് ബ്ലോക്ക് 16 മാർക്ക് ഉണ്ടായിരുന്നു, ഞാൻ എനിക്ക് 2 മാർക്ക്, ഓരോ ഗെയിം കഴിയുമ്പോൾ എനിക്ക് ഓരോ സ്റ്റാറേ ഉള്ളായിരുന്നു. 5 പ്രിൻസ് ബ്ലോക്ക് 16 സ്റ്റാർ, അതിന്റെയൊക്കെ സ്ക്രീൻഷോട്ട്, അതിന്റെയൊക്കെ മാർക്ക് കൊണ്ടിട്ടിട്ടാണ് ഇപ്പൊ സംസാരിക്കുന്നത്. അപ്പൊ പറഞ്ഞു, ഞാൻ അപ്പം പറയാൻ ചെയ്തത് എനിക്ക് 2 സ്റ്റാറേ കിട്ടും, ഓരോ ഇത് ടാസ്ക് കഴിഞ്ഞപ്പോൾ എനിക്ക് 2 സ്റ്റാർ അല്ലെങ്കിൽ 1 സ്റ്റാറേ കിട്ടുള്ളൂ. എന്നിട്ടാണ് ഞാൻ ഫൈനൽ വന്നപ്പോഴത്തേക്ക് പ്രിൻസ് ബ്രോയുടെ കൂടെ അത്ര 27 സ്റ്റാർ വാങ്ങിച്ച് ഞാൻ ഇന്ന് മുഴുവൻ കാണാം. ശരി, ഒരു കാര്യമുണ്ട്. ഇനി ഇത്ര ലിജോട് പറഞ്ഞാൽ ലിജോയുടെ വാ മാത്രം കാണാൻ പറ്റും. ലിജോ മ്യൂട്ട് ചെയ്ത്, ലിജോയെ വിളിക്കുന്നില്ല. ലിജോ മ്യൂട്ട് ചെയ്ത് വയ്ക്കോ. ലിജോ വിട്ട്. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം, ഒറ്റ കേസ് ഇല്ല. ലിജോ സംസാരിക്കണം. ലിജോ എത്ര പറഞ്ഞാലും ലിജോ കേൾക്കത്തില്ല. ലിജോ വാ മാത്രമല്ല.
അങ്ങ് ദൂരോട്ട് വെച്ച് സംസാരിക്കെങ്കിൽ ദൂരോട്ട് വെച്ച് സംസാരിക്കും മോൻ കാണട്ടെ. ഇപ്പൊ കേൾക്കാമോ? ആ കേൾക്കാന്നല്ല മോൻ കാണണം. കേൾക്കുന്നുണ്ട്, കാണാനാ പറ്റത്. ഇപ്പൊ കാണാമോ? എന്നെ കാണും. എന്നെ എങ്ങനെ കാണുന്നത്? ഈ എന്നെ സ്ക്രീനകത്ത് എങ്ങനെ കാണുന്നത്? ലിജു എങ്ങനെ കാണുന്നത്? ലിജു ആദ്യം കണ്ണ് തുറന്ന് സ്ക്രീൻ നോക്കി സംസാരിക്കും. ഇങ്ങനെ വെച്ച് അവന് അണ്ണാക്കിൽ വരെ ക്യാമറ ഉണ്ടോ? ഇല്ല ഇപ്പം കാണാമോ? ദൂരെ സംസാരിക്കും. സംസാരിക്കും. ഇതേപോലെ ഞാൻ പറഞ്ഞ കേട്ടില്ലായിരുന്നോ മറ്റേ 2 സ്റ്റാറിന്റെ? കേട്ടു. അത് ആ 2 സ്റ്റാറിന്റെയാണ് ഇതേപോലെ പറഞ്ഞത്. എന്നിട്ട് സ്ക്രീൻഷോട്ട് ഒക്കെ കൊണ്ടിട്ടായിരുന്നു. എനിക്ക് 2 സ്റ്റാറുകൾ ഓരോ ടാസ്ക് കഴിയുമ്പോൾ ഞാൻ താഴെ തരാണ് പോയത്. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ ഗ്രാഫ് അവിടെ ഉയർന്നതാണ്. 16 സ്റ്റാറുള്ള പ്രിൻസിപ്പളോടെ സ്റ്റാറുകൾ കുറഞ്ഞു. എന്നിട്ട് ലാസ്റ്റ് റൗണ്ട് വന്നപ്പോൾ ഞാൻ ഇത്രയും സ്റ്റാർ 27 സ്റ്റാർ മേടിച്ചപ്പോൾ അവിടെ ഞാൻ എന്റെ ഇതാണ് വിജയമാണ് വന്നത്. അത് പറയുമ്പോൾ പ്രിൻസിപ്പൾ സമ്മതിക്കുന്നില്ല. ഞാൻ പറഞ്ഞു അത് ഞാൻ കളിച്ച് നേടിയെന്ന് പറയുമ്പോൾ അത് അംഗീകരിക്കുന്നില്ല. എന്ത് കളി എന്നായിരുന്നു ഇന്ന് സംസാരിച്ചുകൊണ്ടിരുന്നത്. അത് അംഗീകരിക്കില്ല. അത് ഞാൻ പറഞ്ഞു അതിനെ പുകഴ്ത്തിക്കൊണ്ട് ഞാൻ ഒരു മിടുക്കനാണെന്ന് പ്രിൻസിപ്പൾ പറയാൻ ഞാൻ പറഞ്ഞത്. അത് പക്ഷെ പറയുന്നില്ല. ആദ്യം തൊട്ടുള്ള 16 സ്റ്റാർ 1 സ്റ്റാറിന്റെ കാര്യമാണ് പറഞ്ഞുകൊണ്ട് നടന്നത്. അതെങ്ങനെ അക്സെപ്റ്റ് ചെയ്യും? പ്രിൻസ് ഒരു ഗെയിമർ അല്ലേ, അപ്പൊ എങ്ങനെ ലിജോനെ അക്സെപ്റ്റ് ചെയ്യും? അല്ല ഞാൻ ഞാൻ കളിച്ചിട്ട് 16 സ്റ്റാറുള്ള ആള് ഞാൻ എന്നിട്ട് വെറും 2 സ്റ്റാറുള്ള ആളായിട്ട് ഞാൻ മുട്ടി. ഞാൻ അത്രയും നിന്ന് ലാസ്റ്റ് വന്നപ്പോ 27 സ്റ്റാർ ഞാൻ വാങ്ങിച്ച് 16 സ്റ്റാറുള്ള ആളുടെ കൂടെ ഞാൻ എത്തി. പ്രിൻസ് എന്താ പറയാണെന്ന് തോന്നുന്നു. പ്രിൻസ് ചാടി എണീക്കുകയാണ്. പ്രിൻസ് എന്താ പറയാനുള്ളത് കുറിച്ച്? പ്രിൻസ് എന്താ പറയാനുള്ളത് ഇതിനെ കുറിച്ച്? എന്താണ് പ്രിൻസ് പറയാനുള്ളത്? ചാടി എണീറ്റല്ല സംഭവം. 16 സ്റ്റാർ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ അവിടെ പറയുന്ന ഒറ്റ കാര്യമുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബോണസ് പോലെ എക്സ്ട്രാ കിട്ടുന്ന ഒരു സംഭവമാണ്. അതിൽ സ്കോർ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും അതിനകത്ത് സ്കോർ ചെയ്തിട്ടുണ്ട്. അല്ല എന്ത് ബോണസ്? ഞാൻ കളിച്ചിട്ട് തന്നെ എനിക്ക് സ്റ്റാർ കിട്ടിയത് ബോണസ് ഒന്നും. അത് എന്റെ മിടുക്കാണ്. അതാ ഞാൻ പറഞ്ഞത്. അത് ഒന്ന് പുകഴ്ത്തി ഞാൻ മിടുക്കനാണെന്ന് പറയാം. ഇന്നലെ ഞാൻ പറഞ്ഞ ഗ്രൂപ്പിനകത്ത്. അതെ ലിജോ, ഇത് ഇപ്പൊ നമ്മളെ ആക്ടിവിറ്റി ഗ്രൂപ്പിൽ പ്രിൻസ് അവൻ എന്തെങ്കിലും 2 സ്റ്റാറും 20 സ്റ്റാറും അവനൊന്ന് പുകഴ്ത്തിക്കൂടെ? അവനൊന്ന് പുകഴ്ത്ത്. എങ്ങനെയാണ് കിട്ടിയില്ല 20 സ്റ്റാർ കിട്ടിയ ഒന്ന് പുകഴ്ത്തിക്കൂടെ? ഒന്ന് പുകഴ്ത്ത്. വീക്കെൻഡ് അവസാന നിമിഷമാ. അവന്റെ വിഷമം മാറട്ടെ. അവനെ സമാധാനിപ്പിക്കുക. അവന് സമ്മതിച്ചു കൊടുക്കത്. കേട്ടോ ഞാൻ സമ്മതിച്ചു. ശരി, അപ്പൊ ആ വിഷയം തീർന്നേ. എന്നാലും ഇനി അതിനെ വെച്ചുകൊണ്ട് ചർച്ചയില്ല. ഒന്നുകൂടെ പറഞ്ഞോട്ടെ. നിങ്ങളെല്ലാവരും ഞാൻ വിളിക്കും. നിങ്ങൾ ഈ ഫൈനൽ 5 അല്ല, ഫൈനൽ 6 ആണ് പ്രഖ്യാപിക്കേണ്ടത്. ഈ ഫൈനൽ 6ലോട്ട് ആരൊക്കെയാണ് വരുന്നത്? ഒരു കാര്യം കൂടി ലിജോനോട് ചോദിക്കാനുണ്ട് ശ്രീരാട്ടാ. ജയിൽ എക്സ്പീരിയൻസ് അങ്ങോട്ട് ഒരുപാട് ജയിലോട്ട് എനിക്ക് അങ്ങോട്ട് അത്ര മിങ്കിൾ ചെയ്യാൻ പറ്റുക. കാരണം വെച്ചാൽ ഞാൻ ആ ഒരു യാത്ര എക്സാം എഴുതാൻ പോയതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് അത്ര ആക്റ്റീവ് അതിനകത്ത് പറ്റിയിരുന്നത്. എന്നിട്ട് ഇപ്പൊ ഞാൻ കുറച്ച് സമയം വണ്ടിക്കാരിരുന്നപ്പോഴൊക്കെ താരേച്ചെടുത്ത് ഞാൻ കാര്യമൊക്കെ പറഞ്ഞതിനകത്ത്. പിന്നെ നേരത്തെ ഇറക്കി വിടേണ്ടി വന്ന് ഫുള്ള് രക്ഷപ്പെട്ടു. ഇനി നിങ്ങൾ വേറൊന്നും പറയണ്ട. എനിക്കറിയേണ്ടത് നിങ്ങളെ കൺസെപ്റ്റിലെ ഫൈനൽ 6 5 അല്ല ഫൈനൽ 6 കണ്ടസ്റ്റൻസ് ആരൊക്കെയാണ് ഓരോരുത്തരെ വിളിക്കും. ഓരോരുത്തരെന്ന് പറയണം. ഓക്കെ, ഫസ്റ്റ് ഞാൻ വിളിക്കുന്നത് ചിന്ത തന്നെ ആയിക്കോട്ടെ. ചിന്ത ഫസ്റ്റ് ടിക്കറ്റ് ഫിനാലെ ഹോൾഡർ അല്ലായിരുന്നു. അപ്പൊ ചിന്തയുടെ മനസ്സിലാക്കി അവര് ഒന്നുകൂടെ പറയാം. നിങ്ങൾ അറിഞ്ഞത് വേണ്ട. നമ്മൾ ടോപ്പ് 5 എന്ന കൺസെപ്റ്റ് മാറ്റി ടോപ്പ് 6ലോട്ട് ഞങ്ങൾ എത്തിച്ചേർന്ന് പറഞ്ഞല്ല. നിങ്ങൾ എല്ലാവരും അസാധ്യ ഗെയിമേഴ്സ് ആണ്, അസാധ്യ പെർഫോമേഴ്സ് ആണ്. അപ്പൊ ഒരാളെ മാറ്റി നിർത്താൻ പറ്റും. അപ്പൊ നിങ്ങളുടെ ഒരാൾക്കും കൂടെ ആനുകൂല്യം കിട്ടിക്കോട്ടെ എന്ന് കരുതി 2 പേര് ആൾറെഡി ടോപ്പ് 5 വന്നു. അപ്പൊ 3 പേരാകുമ്പോൾ അതും അങ്ങോട്ട് ശരിയല്ല എന്നൊരു തോന്നൽ ഞങ്ങളുടെ ഇടയിൽ, ഞങ്ങൾ മൊത്തം നമുക്ക് ടാസ്ക്മാന്റെ ഇടയിൽ ഉണ്ടായ ഒരു സംസാരത്തിലാണ് ടോപ്പ് 5 എന്നുള്ള മാറ്റി കൺസെപ്റ്റ് കഴിഞ്ഞ് ടോപ്പ് 6ലോട്ട് ഞങ്ങൾ എത്തിച്ചേർന്നത്. അപ്പൊ അതുകൊണ്ട് ടോപ്പ് 6 ആരൊക്കെയായിരിക്കും നിങ്ങൾ കൂടുതൽ ടോപ്പ് 6 വരാൻ പോകുന്നത്? ചിന്ത തന്നെ ആദ്യം പറഞ്ഞു. ഞാന് പ്രിൻസ് കൺഫേം ആയല്ലോ. ബാക്കി 4 പേര്. അശ്വതി, അജ്മല്, അമുന്ത, മഹാദേവൻ. ഓക്കെ, ചിന്ത ബ്യൂട്ടി തോന്നും. പ്രിൻസ് പറയൂ. അൺമ്യൂട്ട് ചെയ്തോ. പ്രിൻസ് അൺമ്യൂട്ട് ചെയ്തോ സംസാരിക്കും. പെട്ടെന്ന് പറയും, സമയമില്ല. ശബ്ദം ഇടർന്നോ? കിട്ടുന്നില്ലേ? പെട്ടെന്ന് പറയോ. ഞങ്ങൾക്കറിയണം എന്താണ് കണ്ടസ്റ്റന്റ് റെസ്പോൺസ് എന്താണ് കാര്യം. ഞാനിവിടെ ഇതെന്ന് പറയുന്നത് ഭയങ്കര ഇവാലുവേഷൻ. അതായത് ഈ ഇവാലുവേഷൻ എന്ന് പറഞ്ഞാല് ഈ കണ്ടസ്റ്റൻസ് നിങ്ങളെ ഗെയിം കണ്ടിട്ട് പറയുന്നതാണ്. പ്രേക്ഷകരുടെ ഇവാലുവേഷൻ അവിടെ വേറെ ഇത് ഇത് ചുമ്മാതെ തമാശയ്ക്ക് പറയേണ്ട കാര്യമില്ല. ഇത് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമല്ല. നിങ്ങൾ ഒബ്സർവ് ചെയ്തിട്ട് ഒറ്റ ഗെയിം ഒബ്സർവ് ചെയ്തിട്ട് മനസ്സിലായത്. നിങ്ങൾ പറയേണ്ടത് നിങ്ങൾ ഇഷ്ടമുള്ള ഞങ്ങളെ നാട്ടിൽ ഭാഷ പറയും. നിങ്ങളെ കോഴികളെയല്ല, കോഴികൾ എന്ന് പറഞ്ഞാൽ അറിയാം, നിങ്ങളെ ഇഷ്ടക്കാരെയല്ല പറയേണ്ടത്.
ഇവിടെ ആര് കളിച്ചിട്ടാണ് ഇവിടെ വരേണ്ടത്, കളിച്ചിട്ട് വരേണ്ട കണ്ടസ്റ്റൻസ് അതാണ് ഞാൻ പറയുന്നത്. അല്ലാതെ നിങ്ങൾ ഇഷ്ടമുള്ള ചങ്കരനും ഗോപാലനും ഗോവിന്ദനും അങ്ങനെ പറഞ്ഞ കാര്യമില്ല. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടെന്നല്ല, ഇതിനകത്ത് നന്നായിട്ട് കളിച്ച് ഫൈനൽ 6 എത്താൻ അർഹതയുള്ള കണ്ടസ്റ്റൻസ് എന്ന് നിങ്ങൾ കരുതുന്ന വ്യക്തികൾ, അതാണ് ഞങ്ങൾ അറിയേണ്ടത്. ഞാൻ പറയട്ടെ, ഓൾറെഡി രണ്ടായിട്ടുണ്ട്. അല്ല പറയാൻ ഓരോരുത്തരെ വിളിക്കാലോ. പ്രിൻസ് പറയൂ. ഓൾറെഡി രണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് അശ്വതി, മഹാദേവ്, നാസില്, പിന്നെ ജിതിന്. ശരി, പ്രിൻസ് മ്യൂട്ട് ചെയ്തോ. അജ്മൽ ഉണ്ട് ഇവിടെ. അജ്മലിന്റെ ഒരു ഫൈനൽ 5 ആരൊക്കെയാണ്? ഫൈനൽ 6 ആരൊക്കെയാണ്? ഫൈനൽ 6 ഒന്ന് അശ്വതി, പിന്നെ നാസില, മഹാദേവ്, പിന്നെ ലിജു. ഓക്കെ, അജ്മൽ മ്യൂട്ട് ചെയ്തോളൂ. അടുത്തത് ലിജോ പറയൂ. ഞാൻ പറയുന്നത് ഒന്ന് ഞാൻ കാണും, ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ചിന്തയും പ്രിൻസ് ബ്രോയും എന്തായാലും ഇത് ഓൾറെഡി ആയിട്ടുണ്ട്. പിന്നെ അജ്മൽ കാണും, പിന്നെ അശ്വതി കാണുമെന്ന് തോന്നുന്നു. അശ്വതിയും കാണും. ശരി, ആയിക്കോട്ടെ. ലിജോ മ്യൂട്ട് ചെയ്തോളൂ. ജിതിന്റെ ഫൈനൽ 6 ആരൊക്കെയാണ്? ഇപ്പൊ രണ്ടുപേരും ഓൾറെഡി അതിന്റെ പ്രിൻസ് ചിന്ത. പിന്നെ ഉള്ളത് ഇനി എനിക്ക് തോന്നിയിട്ടുള്ളത് അജ്മല്, പിന്നെ അജ്മല്, അശ്വതി, പിന്നെ ഞാന്, പിന്നെ അത് ഗിറ്റാറായി. അത് അറിയണം, അത് കൃത്യമായിട്ട് അറിയണം. അറിയാതിരിക്കാൻ പറ്റത്തില്ല. അവസാനം നാലാമത് പറഞ്ഞ പേര്? നാലാമത് എന്റെ പേര് തന്നെയാ പറഞ്ഞത്. അല്ല, ഒന്നുകൂടെ പറഞ്ഞേ. ഈ പ്രിൻസ് ചിന്തയെ കൂടെ 4 പേര് പറഞ്ഞു, ഒന്നുകൂടെ പറഞ്ഞേ. അശ്വതി, അജ്മല്, മൻസു, ജിതിൻ. ഓക്കെ, മ്യൂട്ട് ചെയ്തോളൂ. മൻസു വിരല് മുഖത്ത് വെച്ച്. ഞാനോ? പിന്നെ നാസില പറയൂ. ഞാൻ പറയുന്നത് അജ്മല് പറയട്ടെ. പറയൂ. ഞാന്, അജ്മല്, മഹാദേവ്, പിന്നെ ജിതിൻ. അല്ല, അശ്വതി. 4 പേര് കൃത്യമായിട്ട് 4 പേര് പറയാം. 4 പേര് മീൻസ് ഫ്രണ്ട്സ് ചിന്ത കൂടാതെ 4 പേരെ പേര് പറയൂ. അശ്വതി, ജിതിന്, മഹാദേവ്, അജ്മല്. അപ്പൊ നാസിലല്ല, മ്യൂട്ട് ചെയ്തോ. മഹാദേവ് പറയൂ. പറ. ഒന്ന് ഞാൻ 2 അശ്വതി, 3 ജിതിൻ, 4 അജ്മൽ. മ്യൂട്ട് ചെയ്തോ. അശ്വതി പറയൂ. കാര്യം അശ്വതിയുടെ പേര് പലരും പറഞ്ഞേക്കുന്നുണ്ട്. അശ്വതിക്ക് പറയാനാണല്ലോ. അശ്വതി പറയൂ. ഞാനുണ്ടാവും, അജ്മൽ ഉണ്ടാവും, മഹാദേവ് ഉണ്ടാവും, മൻസു ഉണ്ടാവും. പിന്നെ അശ്വതി മ്യൂട്ട് ചെയ്തോ. ഓൾറെഡി അശ്വതി മ്യൂട്ട് ചെയ്തോ. ഏകാന്ന് റാഷ ഡിസൂസ പറഞ്ഞോളൂ. റാഷയുടെ പേര് ഒരാൾ പോലും ഫൈനൽ 5 പറയുന്നത്, ഫൈനൽ 6 പോലും പറയുന്നല്ലോ. അതാണ് റാഷ. അറിയില്ല. റാഷ പറയൂ. ഞാൻ ഉണ്ടാവും. ഉണ്ടാവണം. പിന്നെ നാസില, അജ്മൽ, അശ്വതി. ശരി, മ്യൂട്ട് ചെയ്തോ. മൻസു പറയൂ. ഫൈനൽ 6 പറയൂ. ഇന്നലെ ടോപ്പ് 6 ഉണ്ടായിരുന്നു. ഇതുവരെ ആഗ്രഹം. പക്ഷെ ഇന്ന് ഞാൻ പറയാണ്, ഈ കാറ്റിനോട് ഞാൻ പറയണത്, ഇനി ഞാൻ ടോപ്പ് 5 ഉണ്ടാവും. മനസ്സിലായോ? ഞാൻ പറയേ ടോപ്പ് 5 ഞാൻ ഉണ്ടാവും. പിന്നെ രണ്ടാമത് അശ്വതി, പിന്നെ റഷ, പിന്നെ ഉള്ളത് ജിതിൻ. അപ്പൊ 4 പേരായിരുന്നു. ഈ 4 പേര് എന്റെ ഇതില് പ്രത്യേകിച്ച് നീ എന്നെ നോട്ട് ചെയ്ത കേട്ടാ ഞാൻ അല്ല, നീ ഗെയിം കളിക്കത്തില്ല, ടാസ്കിന് ചർച്ച ഗ്രൂപ്പിൽ പോയിട്ട് ഇത് വീക്കെൻഡ് എപ്പിസോഡ്. നിങ്ങൾ വിഴിപ്പലക്കല കാണാനല്ല ഇവിടുത്തെ പ്രേക്ഷകരിക്കുന്നത്. നിങ്ങൾ നമ്മളെ വിഴിപ്പലക്കലൊക്കെ അങ്ങ് ആക്ടിവിറ്റി ചെയ്യിപ്പിച്ചാൽ മതി. അല്ലെങ്കിൽ അന്നെ പിടിച്ച് പുറത്താകും.
മ്യൂട്ട് ചെയ്തിട്ടുണ്ടോ? മ്യൂട്ട് ചെയ്തോ? അമൃത പറയും, അമൃത. ഒന്ന് ജിതിനേട്ടൻ, പിന്നെ നാസില, പിന്നെ മഹാദേവ്, അശ്വതേച്ചി. ആ അമൃത വന്നല്ലോ. മ്യൂട്ട് ചെയ്തോളൂ, അമൃത മ്യൂട്ട് ചെയ്തോളൂ. ഇപ്പൊ എല്ലാരും ആയില്ലേ? എല്ലാരും പറഞ്ഞു. എല്ലാരും പറയാത്ത ആരെങ്കിലും ഉണ്ടോ? ഞാൻ വിളിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? എല്ലാരും വിളിച്ചില്ലേ? എല്ലാരും വിളിച്ചതാണ് വിശ്വാസം. ഓക്കെ, എല്ലാരും വിളിച്ചിട്ടുണ്ട്, എല്ലാരും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു കാര്യം പറയാം. വളരെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണ്, വളരെ സങ്കടകരം. അപ്പൊ ഇന്നലെ തന്നെ ഞാൻ പറയാം, ഞാൻ വിവാദങ്ങളോട്ട് കടക്കുന്നില്ല. പല കണ്ടസ്റ്റൻസും പോയത് വോട്ടിന്റെ അടിസ്ഥാനത്തിലാണോ, അല്ലെങ്കിൽ അവർ അവസാനം വരെ നിൽക്കേണ്ടതല്ലായിരുന്നു, അവർക്ക് ഇത്ര പോയിന്റ് ഇല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പല രീതിയിലും പല കോണിൽ നിന്നും പല വിമർശനങ്ങളും ഉണ്ടാവുന്നുണ്ട്. എല്ലാ വിമർശനവും ഏറ്റെടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. കാര്യം അറിയാം, ഞങ്ങൾ ദൈവങ്ങളൊന്നുമല്ല, ചിലപ്പോൾ ഞങ്ങളുടെ ഭാഗത്ത് തെറ്റുകൾ പറ്റാം. പക്ഷെ ഒരു കാര്യം ഞങ്ങൾ പറയുന്നു, ഞങ്ങൾ ഇതുവരെ ചെയ്ത് വളരെ നീതീകരിക്കാവുന്ന കാര്യം തന്നെയാണ്. ഈ വീക്കെൻഡ് എപ്പിസോഡിൽ 4 പേര് പോകുന്നെങ്കിൽ ആ 4 പേര് ഈ വീക്കെൻഡ് എപ്പിസോഡിൽ പോകാൻ അർഹത തന്നെയാണ്. ചിലപ്പോൾ പോകുന്ന ദിവസം ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിച്ചടിക്കുക, അത് ഞങ്ങളുടെ ഇഷ്ടമാണ്. ഞങ്ങൾ അവസാനം 4 പേര്, ഇപ്പൊ ഇന്ന് ഈ വീക്കെൻഡ് ഇപ്പൊ ശനി ഞായറായിട്ട് പോകുന്ന 4 പേരെ ഞങ്ങൾ സെലക്ട് ചെയ്ത് വെച്ചിട്ട് അതിൽ നിന്നും ഞങ്ങൾ ഇഷ്ടമുള്ള പല രീതിയിലാണ് ബിഗ് ബോസിനകത്ത്, ഒഫീഷ്യൽ ബിഗ് ബോസിൽ അങ്ങനെ ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അതുപോലെ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഞങ്ങൾക്ക് ഒരാളോട് പ്രത്യേകിച്ച് ഫേവർസ് അല്ല. ഞങ്ങൾ ഒരാളെടുത്ത് അങ്ങനെ ഗെയിം കളിക്കാനോ ഞങ്ങൾ ഒരാളെ പുറത്താക്കാനോ ശ്രമിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ മനസ്സിലാക്കുക, ഫൈനൽ 5 എന്ന് പറഞ്ഞ് ഞങ്ങൾ നിന്നിട്ട് ഫൈനൽ 6 എത്തുന്നു എന്നുണ്ടെങ്കിൽ, അയാളെ ഞങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഞങ്ങൾ എത്രമാത്രം നിങ്ങൾ കണ്ടസ്റ്റൻസിന് ഒരു പ്രയോറിറ്റി തരുന്നു എന്നുള്ളത് മനസ്സിലാക്കണം. അത് ഒരു കണ്ടസ്റ്റന്റിനല്ല, ഞങ്ങൾ ഇന്ന കണ്ടസ്റ്റന്റിന് വേണ്ടി ഫൈനൽ 6 ഉണ്ടാക്കിയതല്ല. കാര്യം ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും ദിവസം 30 അല്ലെ 35 ദിവസം അല്ലെങ്കിൽ 30ഓളം ദിവസം അല്ലെങ്കിൽ ഇപ്പൊ 20 ഇത്രയും ദിവസം നിന്നിട്ട് ഒരു നിസ്സാര പോയിന്റിന്റെ അടിസ്ഥാനത്തിൽ അങ്ങോട്ട് കപ്പലും ചുണ്ടിനും ഇടയ്ക്ക് നഷ്ടപ്പെടുക എന്നൊരു വാക്ക്, അങ്ങനെ വരുന്ന ചില കണ്ടസ്റ്റന്റുകൾ നമ്മളെ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ട് മാത്രമാണ് ആ ഫൈനൽ 5 എന്നുള്ളത് നമ്മൾ ഫൈനൽ 6 എന്നൊരു സംഭവത്തോട് ചിന്തിച്ചത്. ചിലപ്പോൾ അടുത്ത സീസണിൽ ചിലപ്പോൾ നമ്മൾ ചെയ്തെന്നിരിക്കത്തില്ല. പിന്നെ ഒന്നുകൂടെ ഞങ്ങൾ ഉറപ്പിച്ച് പറയുന്നു, ഈ സീസൺ, ഈ മഴവിൽ ബിഗ് ബോസ് സീസൺ എന്ന് പറയുന്നത് തുടർന്നുകൊണ്ടിരിക്കും. നെക്സ്റ്റ് സീസൺ ഉണ്ട്. നെക്സ്റ്റ് സീസണിന്റെ ഓഡിഷൻ ഇപ്പോൾ തന്നെ ഞങ്ങൾ അനൗൺസ് ചെയ്യും. അതിനുള്ള കണ്ടസ്റ്റന്റ് ഇപ്പോൾ തന്നെ ചെയ്യും. അതിനുവേണ്ടിയുള്ള എല്ലാ സാഹചര്യങ്ങളും എല്ലാ സംഭവങ്ങളും ഞങ്ങൾ പറയുന്നതാണ്. ഈ സീസണിൽ നിന്നും ടൈറ്റിൽ വിന്നർ ആവാൻ കഴിയാത്ത അല്ലെങ്കിൽ ഫൈനൽ 5 വരാൻ പറ്റാത്ത 5 കണ്ടസ്റ്റന്റ് ഞങ്ങൾ അടുത്ത സീസണിനകത്ത് ഞങ്ങൾ ഉറപ്പായിട്ടും ഞങ്ങൾ അതിനകത്ത് എൻട്രി കൊടുക്കുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അത് നല്ലൊരു പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. മാത്രമല്ല ഒരു കാര്യം കൂടെ ഞങ്ങൾ ഉറപ്പിച്ചു പറയാൻ ആഗ്രഹിക്കുന്നു, ഈ സീസണിൽ ഞങ്ങൾ 35 ദിവസമായിട്ടാണ് കൊണ്ടുപോകുന്നതെങ്കിൽ അടുത്ത സീസണിൽ 50 ദിവസം തന്നെയായിരിക്കും. കാര്യം 35 ദിവസം ഒന്നുമല്ല. ഈ ഷോ ഒന്ന് ഞാൻ പറയും, ഒന്ന് ഹൈപ്പിൽ എത്തിയിട്ട് കൊണ്ടൊന്ന് സ്റ്റോപ്പ് ചെയ്യേണ്ട അവസ്ഥ. യഥാർത്ഥം ഇപ്പൊ ഷോ നല്ല ഹൈപ്പിൽ നിൽക്കുകയാണ്. യഥാർത്ഥത്തിൽ 2 ആഴ്ച വേണമെങ്കിൽ കൊണ്ടുപോകാമായിരുന്നു. പക്ഷെ നമ്മൾ അനൗൺസ് ചെയ്ത് 35 ദിവസം, ഞാൻ 35 ദിവസം ഷോ നിർത്തുന്നു. അപ്പോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്കെല്ലാം മനസ്സിലാക്കാനും പ്രതീക്ഷിക്കുന്നു. ഒന്നുകൂടെ പറയുന്നത്, നിങ്ങൾ ഒരാളെ പോലും നിങ്ങളെ പുറത്താക്കുവാനോ ഫേവർസം കാണിക്കാനോ ഞങ്ങൾ തയ്യാറല്ല. നിങ്ങളെല്ലാവരും ഞങ്ങൾ പ്രിയങ്കരായ കണ്ടസ്റ്റൻസ് ആണ്. നിങ്ങൾ എല്ലാവരും നന്നായിട്ട് കളിക്കണം, നിങ്ങൾ എല്ലാവരും ഫൈനൽ ചെയ്യണം, നിങ്ങൾ എല്ലാവരും വിജയിക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. വളരെ വിഷമകരമായ കാര്യം, വീണ്ടും ഇന്ന് 2 പേർ പോവുകയാണ്. സത്യം പറയാൻ നല്ല വിഷമമുണ്ട്, വലിയ വിഷമമുണ്ട്. കാര്യം ഇത്രയും നാള് ഈ ഹൗസിൽ വന്നിട്ട് 11 അതിൽ നിന്ന് 9ആയിട്ട് ഇന്നുകൊണ്ട് 9ആയിട്ട് ചുരുങ്ങുകയാണ്. അവിശ്വസനീയം, പറയാൻ വാക്കുകളില്ല. എനിക്ക് നല്ല വിഷമമുണ്ട്, സങ്കടമുണ്ട്. എനിക്കും പ്രിയങ്കരായ കണ്ടസ്റ്റൻസ് ഒക്കെയാണ് ഈ വരുന്ന ദിവസങ്ങളിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് പറയാം, മറ്റുള്ള പ്രിയങ്കരല്ല, ഈ ദിവസം ചെല്ലും തോറും നമ്മൾ കൂടുതൽ അറ്റാച്ച്മെന്റ് തോന്നുന്നില്ല. നമുക്ക് ഓരോരുത്തരെ കണ്ടസ്റ്റൻസിനോട് കൂടുതൽ ഒരു ഇഷ്ടം, അല്ലെങ്കിൽ ഇഷ്ടം എന്ന് പറയുമ്പോൾ അങ്ങനെ അവരുടെ ഇഷ്ടമൊന്നല്ല, അവരെ പ്രിയങ്കരാവുമല്ലോ. അങ്ങനെ പ്രിയങ്കരാവുന്ന പല കണ്ടസ്റ്റൻസുമാണ് ഈ വീണ്ടും വരും ദിവസങ്ങളിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ വളരെ വിഷമകരമാണ്. നമുക്ക് എവിക്ഷൻ പ്രോസസ്സിലോട്ട് കിടക്കാം. ആദ്യ എവിക്ഷൻ പ്രോസസ്. നമുക്ക് 11 പേരുണ്ടായിരുന്നു, 2 പേര് ഇന്നലെ പോയി. ബാക്കിയുള്ളവരുടെ പേര് ഞാൻ പറയാം. ജിതിനുണ്ട്, റഷയുണ്ട്, മഹാദേവ് ഉണ്ട്, അജ്മൽ ഉണ്ട്, അശ്വതി ഉണ്ട്, ലിജോ ഉണ്ട്, മൻസു ഉണ്ട്, അമൃതയുണ്ട്, നാസിലുണ്ട്. 9 പേരിൽ നിന്ന് 2 പേര്. ഒരു സ്റ്റാമ്പ് 11 പേരിൽ നിന്ന് 2 പേരുന്ന് പോകും. 11 പേരിൽ 2 പേരുന്ന് പോകും അല്ലേ? പ്ലേ ചെയ്യുന്ന ഒരു സ്റ്റാമ്പ് ആയിരിക്കും അടിക്കണ്ടാവുക. സേവ് ഉണ്ട്, എവിക്റ്റഡ് ഉണ്ട്, മാറി വരും. സേവ് ആവുന്നവര് അല്ല, മീൻസ് ലാസ്റ്റ് ആവുമ്പോ 2 പേര് എവിക്റ്റ് ആവും. നോക്കാം.
അജ്മൽ സേവ്ഡ് ആണ്. അജ്മൽ സേവ്. കൺഗ്രാറ്റുലേഷൻ അജ്മൽ. താങ്ക് യു ഓൾ. Okay, next. നാല് പേര് സേവ് ആയി. അടുത്ത എവിക്റ്റഡ് ആണ് വരുന്നത്. Jitin, Lijo, ലിജോ, Nazila, Save. നാസില. Congrats. Congrats guys. ഒരാളിപ്പോ പോകും. Amrita, evicted. അമൃത എവിക്റ്റഡ്. ഓക്കെ. ഒരാളൂടെ ഉണ്ട്. Next. ഞാൻ വരാം, ഞാൻ അങ്ങോട്ട് വരാം. മൊത്തം പ്രോസസ് ചെയ്യണം. റഷയ്ക്ക് മഹാദേവൻ എന്തെങ്കിലും പറയാൻ റാഷ്യം മഹാദേവൻ അവസാനമുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? റാഷ്യക്ക് മഹാദേവൻ എന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ പറയാം. പറയൂ. ഇത്രയും ദിവസം 28 ദിവസം നിൽക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ കാര്യമാണ്. എൻ്റെ ഒരു ഡ്രീം തന്നെയാണ് ഈ ബിഗ് ബോസ് പ്ലാറ്റ്ഫോമിൽ കയറുക എന്നുള്ളത്. എൻ്റെ ഒരു മിനിയേച്ചർ വെർഷനിൽ മത്സരാർത്ഥിയാവാൻ കഴിഞ്ഞത് ഒരുപാട് സന്തോഷം. അപ്പൊ ഇത്രയും ദിവസം നിന്നത് നല്ലൊരു രീതിയിൽ നിന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇനി ഉള്ള 7 ദിവസം എന്ന് പറയുമ്പോൾ വളരെ 6 ദിവസം എന്ന് പറയുമ്പോൾ വളരെ നിർണായകമാണ്. എന്തായാലും നല്ല രീതിക്ക് കളിക്കും. ഈ ആഴ്ച എനിക്ക് കഴിഞ്ഞ ആഴ്ചത്തെ പോലെ മുന്നോട്ട് ഇച്ചിരി കുറച്ച് പോരായ്മകൾ ഉണ്ടായിരുന്നു. അത് ഇന്നലെ എനിക്ക് കുറച്ച് മനസ്സിലാക്കാൻ പറ്റി. ഞാൻ കുറച്ച് ഡൗൺ ആയി പോയി. പക്ഷേ എനിക്കൊന്നും പറയാനില്ല. പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഒന്നുമില്ല. ശരി മഹാദേവ, എവിക്ഷൻ പ്രോസസ് സ്റ്റാർട്ട് ചെയ്യും. Mansu, congrats. അത് പറഞ്ഞു. റഷ ആൻഡ് അമൃത എവിക്ഷൻ. ഓക്കെ അമൃത, എങ്ങനെ കാണുന്നു ഇത്രയും നാളത്തെ ഈ ബിഗ് ബോസ് വീട്, ബിഗ് ബോസ് ജീവിതം? തന്നെ പറയാ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. പിന്നെ എന്താ പറയാൻ വാക്കുകളില്ല. എന്താ പറയണ്ടേന്ന് അറിയാത്തൊരവസ്ഥ. ആദ്യ വീക്കില് എനിക്ക് വലിയ രീതിയിൽ ആക്റ്റീവ് ആകാൻ കഴിഞ്ഞിട്ടില്ല. അതിൽ ഞാനിപ്പോ ദുഃഖിക്കുന്നുണ്ട്. എന്തായാലും നല്ല രീതിയിൽ പിന്നെ രണ്ടത്തെ ആഴ്ച ഞാൻ മുന്നോട്ട് നല്ല രീതിയിൽ പോയി എന്നുള്ള പ്രതീക്ഷ ഉണ്ട്. ഒരു മിനിറ്റ് സിരാജര. അമൃത ശരിക്കും പറയാം, അമൃത ഒരു ഗ്രൂപ്പിലില്ല. ഞാൻ ഹണ്ട് ചെയ്തെടുത്ത ഒരു കണ്ടസ്റ്റന്റ് അമൃത. ഒരു ഇൻസ്റ്റാഗ്രാമിൽ ചെന്ന് മെസ്സേജ് ചെയ്ത്, എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്, അമൃതയെ ചെന്ന് ഞാൻ മെസ്സേജ് ചെയ്യുമ്പോ അമൃത ചോദിക്കാം, ചേട്ടാ എന്ത് കണ്ടിട്ട് എന്നെ സെലക്ട് ചെയ്യുന്നതെന്ന്. ഞാൻ അമൃതയെ ഫോട്ടോസ് കണ്ടിട്ട് അമൃതയെ സെലക്ട് ചെയ്യാനുള്ള തീരുമാനം എടുത്തേക്കുന്നത്. അമൃത ഓഡീഷനിൽ വരണം എന്ന് പറഞ്ഞു. അങ്ങനെ അമൃത വന്ന ഒരു കണ്ടസ്റ്റന്റ്. അമൃത, എങ്ങനെ വിലയിരുത്തുന്നു ഇത്രയും നാളത്തെ ഈ ബിഗ് ബോസ് ജീവിതം അല്ലെങ്കിൽ ബിഗ് ബോസ് ഹൗസ് കണ്ടസ്റ്റൻസ് എങ്ങനെ വിലയിരുത്തുന്നു? നല്ലൊരു എന്താ പറയാൻ കിട്ടുന്നില്ല. ഞാൻ എന്തായാലും ഇന്നലെ പോകുന്ന പ്രതീക്ഷിച്ചായിരുന്നു കേട്ടോ. ഇന്നായത് എന്താന്ന് അറിഞ്ഞൂടാ. ഇന്നലെ അമൃത, ഈ ഹൗസിൽ ഏറ്റവും പ്രിയങ്കരായിട്ടുള്ള വ്യക്തികൾ ആരൊക്കെയായിരുന്നു? ഒരു 5 വ്യക്തികളുടെ പേര്, 5 പേര് വ്യക്തി ഈ പ്രിയങ്കരായിട്ട് എനിക്ക് ജീവിത അവസാനം വരെ സുഹൃത്തുക്കളായിട്ട് കൂടെ കൂട്ടാൻ താല്പര്യമുള്ള 5 സുഹൃത്തുക്കളുടെ പേര് ഈ ഹൗസിൽ. ഒന്ന് ചിന്തേട്ടൻ, പിന്നെ അലൻ ഇന്നലെ പോയി, പിന്നെ മഹാദേവാണ്, പിന്നെ ജിതിനേട്ടൻ,
പിന്നെ സുബിത്ത്, 5 ആൾക്കാർ. ഓക്കെ ഓക്കെ ഓക്കെ. എന്തായാലും ഇത് വന്നത് ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് തോന്നുന്നുണ്ടോ? എന്തെങ്കിലും അമൃതയ്ക്ക് ഇവിടെ വന്ന് എന്തെങ്കിലും പുതുതായിട്ട് പഠിക്കാൻ പറ്റിയിട്ടുണ്ടോ? അല്ലെങ്കിൽ അമൃതയുടെ ലൈഫ് സ്റ്റൈലിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ സാധിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാഠം അല്ലെങ്കിൽ ഗുണം എവിടുന്ന് കിട്ടിയിട്ടുണ്ടോ? നല്ലൊരു മാറ്റം തന്നെയാണ് ഇതിൽ വന്നതിന് ശേഷം. കാരണം വെച്ചാല് സാധാരണ ഞാൻ തോന്നിയ ടൈമിൽ നീക്കുക അങ്ങനെയൊക്കെ ഒരു കാറ്ററായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം 10 മണിക്ക് ടാസ്ക് ഉണ്ട്, കൃത്യമായിട്ട് ചെയ്യണം. അതിന് മുന്നേ എന്റെ കാര്യങ്ങളും ഒക്കെ ഞാൻ ഒതുക്കി വെച്ചിട്ടാണ് ഇതിക്ക് ഇറങ്ങിയിട്ടുള്ളത്. ഇപ്പൊ സ്റ്റഡീസ് ആയാലും തന്നെ പഠിക്കാനുള്ളത് വേഗം പഠിച്ചു വെക്കും, എന്നിട്ട് ഈ ഒരു ഗെയിമിൽ നിൽക്കണം എന്നുള്ള ഒരു മൈൻഡിലാ. അതുകൊണ്ട് പഠിത്തമൊക്കെ അതിന്റെ വഴിക്ക് നടക്കണ്ടായിരുന്നു ഈ ഒരു ഗെയിമിൽ വന്നതിന്റെ ശേഷം. അമൃത, ഈ ഫസ്റ്റ് സീസണിലെ കണ്ടസ്റ്റന്റിൽ 5 പേരെ ഫൈനലിലോട്ട് അടുത്ത സീസൺ സെലക്ട് ചെയ്യുന്നത്. അമൃതയ്ക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അമൃതയ്ക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ആ ഓഡിഷൻ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അമൃതയ്ക്ക് വീണ്ടും സെലക്ഷൻ കിട്ടുന്നതെങ്കിൽ അത് അമൃതയുടെ വിജയം. ഓക്കെ ഓക്കെ. അമൃത മ്യൂട്ട് ചെയ്തോളൂ. റാഷ ഡിസൂസ. റാഷ ഡിസൂസ തുറന്നു പറയല്ലേ, ഞാൻ പുകഴ്ത്തി പറയുന്നില്ല. എനിക്ക് ഈ സീസണിലെ ഈ ഹൗസിലെ ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തി റാഷ ഡിസൂസയാണ്. അത് ഇപ്പോഴെങ്കിലും പറഞ്ഞില്ലേ മോശം. കാര്യം എന്റെ ഏറ്റവും പ്രിയങ്കരിയായിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് റാഷ ഡിസൂസ. ഇത്രയും കണ്ടന്റുകൾ ഉണ്ടാക്കിയിട്ടുള്ള മറ്റൊരു കണ്ടസ്റ്റന്റ് തന്നെ ഇല്ലെന്ന് പറയാം. റാഷ വീഡിയോ ഓൺ ആകൂ. എനിക്ക് മനസ്സിലായി വൈകാരികമായ നിമിഷങ്ങളാണെന്ന് അറിയാം. വീഡിയോ ഓൺ ആകൂ. റാഷ വീഡിയോ ഓൺ ആകൂ. വേണ്ട റാഷ വീഡിയോ ഉണ്ടാക്കണം. കാര്യം പറയൂ, സംസാരിക്കൂ. ശിരാജര ഒരു മിനിറ്റ്. റാഷ കേൾക്കാമോ? റാഷ വൺ ഓഫ് ദ ബെസ്റ്റ് എന്റർടൈൻമെന്റ് കണ്ടസ്റ്റന്റ് ആയിരുന്നു. ഇവന്തോ എല്ലാ ഗ്രൂപ്പിലും ഞങ്ങൾക്ക് പറഞ്ഞ മെസ്സേജിലും വന്ന ഒരു കാര്യം ഇതായിരുന്നു, റഷയെ പോലെ ആരും എന്റർടൈൻമെന്റ് ചെയ്തിട്ടില്ല. പക്ഷെ ലാസ്റ്റ് വീക്ക് ആയപ്പോ റഷ ആ എന്റർടൈൻമെന്റ് ഓവറായി തുടങ്ങി. അവിടെയായിരുന്നു റഷ ജനങ്ങളെ അടുക്ക് കേറാൻ ഒത്തില്ല. അപ്പൊ ഇതൊരു ഗെയിം ഷോ ആ, ഇതിനെ ഒരു ഗെയിം ഫോർമാറ്റ് ആയിട്ട് ചിന്തിക്കുക. മുമ്പോട്ട് ഒരുപാട് അമൃതയും റഷയോടും പറയാൻ ഇത്രയേ ഉള്ളു. ഒരുപാട് ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കും. ഇത് ജസ്റ്റ് ഒരു സ്റ്റെപ്പാ, ബിഗിനിങ് ഓഫ് ദ സ്റ്റേജ് ഓഫ് ലൈഫാ. ഇനിയും ഒരുപാടുണ്ട്. കളിച്ച് ജയിക്കുക. ലൈഫ് എന്താ പറയാ, എപ്പോഴും ഒരു ഗെയിമാ. അത് ഗെയിം പോലെ കളിച്ച് അടിപൊളിയായിട്ട് കളിച്ച് മുമ്പോട്ട് പോവാ. തോൽവി വരും, ലൈഫിൽ തോൽവി വരും. ഇത് ഗെയിമായിട്ട് തന്നെ കാണും, തോൽവി വരും. പക്ഷെ ലൈഫിൽ ജയിച്ച് മുമ്പോട്ട് വന്ന് ഏറ്റവും മേലിൽ ടോപ്പിൽ വന്ന വ്യക്തിയായിരിക്കും ലൈഫിൽ ഏറ്റവും സക്സസ്ഫുൾ വ്യക്തികൾ. ആ വ്യക്തികൾ ഇന്നും എപ്പോഴും ബിസിനസ്മാൻ എന്ന് പറയും ടോപ്പ് ലെവലിൽ നിൽക്കുന്നത്. അതിന് അണ്ടറിൽ പല ആൾക്കാരും വർക്ക് ചെയ്യുന്നത്. അത് മാത്രം ചിന്തിച്ച് മുമ്പോട്ട് പോവാ. ഇത് ജസ്റ്റ് ഒരു ജേർണിയാ. ഇവിടുന്ന് നിങ്ങളെ റിയൽ ലൈഫ് തുടങ്ങണേ ഉള്ളൂ. അത് അമൃത ആണെങ്കിലും ശരി, ഈ പറയുന്ന രാശയാണെങ്കിലും ശരി, അത് മനസ്സിലാക്കി മുമ്പോട്ട് പോവാ. റാഷ സംസാരിക്കൂ. റാഷ പോയോ? റാഷ ഇറങ്ങി. റാഷ കോളിൽ നിന്ന് ഇറങ്ങി. റാഷയ്ക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞാണതില്ല. അതിപ്പം കുറ്റം പറഞ്ഞില്ല. നമുക്ക് പറയാം, ഇതിനകത്ത് അത്രയും പ്രതീക്ഷിച്ച് കാണും. റാഷയ്ക്ക് അത്ര പ്രതീക്ഷ ഉണ്ടായി കാണും. ഞാൻ പറഞ്ഞത് അത് ഞാൻ കുറ്റം പറഞ്ഞില്ല. ഓക്കെ, അതൊക്കെ റാഷയുടെ ഇഷ്ടം. പറഞ്ഞില്ലേ ഞാൻ ഇത് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. നമുക്ക് പറയാം, ഇപ്പൊ നമ്മുടെ കണ്ടന്റ് ക്രിയേറ്റർ ആണ് എന്ന് വെച്ചിട്ട് നമുക്ക് റാഷയെ നിർത്താൻ പറ്റില്ല. കാര്യം പറഞ്ഞില്ലേ, ഘടകങ്ങൾ പല. റാഷ വരൂ. റാഷ വന്നു. റാഷ പറയൂ. റാഷ ഞാൻ തുറന്നു പറയാം. ഇതുവരെ പറയാത്തൊരു കാര്യം പറയാം. ഈ ബിഗ് ബോസ് ഹൗസിൽ ഈ സീസണിലെ ഏറ്റവും മികച്ച കണ്ടസ്റ്റന്റ് ആണ് റാഷ. ഏറ്റവും മികച്ച കണ്ടന്റ് ക്രിയേറ്റർ ഈ സീസൺ ഏറ്റവും നമ്മൾ അറിയപ്പെടാൻ പോകുന്നത് റാഷ ഡിസൂസയുടെ പേരിലാണ്. റാഷയുടെ വോയിസുകൾ ആൾക്കാർ ജനഹൃദയങ്ങൾ ഏറ്റെടുത്തണെങ്കിൽ ഒരു കണ്ടസ്റ്റന്റ് വോയിസുകളും ജനഹൃദയങ്ങൾ ഏറ്റെടുത്തിട്ടില്ല. റാഷ പോയോ വീണ്ടും? ഒന്ന് റാഷ വീഡിയോ ഓൺ ചെയ്യൂ. റാഷ വിഷമിച്ച് പോകരുത്. റാഷ ഒന്നുകൂടെ ഞാൻ പറയാം. റാഷ ഒന്നുകൂടെ പറയാം. റാഷയെ ഡയറക്റ്റ് സീസൺ 2 റാഷ സെലക്ട് ചെയ്തിരിക്കുകയാണ്. സീസൺ 2 റാഷയ്ക്ക് ഡയറക്റ്റ് സെലക്ഷൻ. എന്റെ പൊന്നെ, എനിക്ക് റാഷ അത് വിഷമിക്കേണ്ട റാഷ. കാര്യം അറിയോ, റാഷയെ കഴിവില്ലാത്തത് കൊണ്ടല്ല റാഷ പോകുന്നത്. റാഷ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് റാഷ പറഞ്ഞത്. റാഷ പൊരുത്തപ്പെടാൻ വേണ്ടി മാത്രം പറഞ്ഞത്. ഞങ്ങളൊരു കണ്ടസ്റ്റന്റിനോട് പോലും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ?
എന്തുകൊണ്ട് പറയുന്നത് റാഷ അത് മനസ്സിലാക്കണം. റാഷയ്ക്ക് അറിയാം, റാഷയുടെ ഒരു മൈൻഡ് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കാര്യം ഞാൻ ഇത്രയേറെ എഫർട്ട് ഇട്ട് വന്നിട്ട് എനിക്ക് ഈ വീക്കിൽ പോകേണ്ടി വന്നു എന്നൊരു ധാരണ റാഷയ്ക്ക് ഉണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും കണ്ടസിന് മുമ്പിട്ടാണല്ലോ സംസാരിക്കുന്നത്. അങ്ങനെ ഒരു ചിന്താഗതി വേണ്ട. ഫാക്ടേഴ്സ്, ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. എനിക്ക് മനസ്സിലായി റാഷയുടെ കണ്ണിൽ നിന്ന് വരുന്ന കണ്ണുനീർ കാണുമ്പോൾ അറിയാം റാഷ എന്തുമാത്രം പ്രതീക്ഷ അർപ്പിച്ച് നിന്നിട്ടുള്ള ഒരു കണ്ടസിനാണ്. അത് ഞങ്ങൾ മാനിക്കുന്നു, അത് ഞങ്ങൾ ഹൃദയത്തോടെ എടുക്കുന്നു. അത് കണ്ടറിഞ്ഞ് കേട്ടറിഞ്ഞുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് റാഷ നിങ്ങളുടെ സേവനം പറയുന്നതിനപ്പുറം മീൻസ് പറയാൻ വാക്കുകളില്ല. വിഷമിക്കരുത്, പൊരുത്തപ്പെടാൻ ശ്രമിക്കുക. പറഞ്ഞല്ലോ ഫൈനൽ 5 അല്ല ഫൈനൽ 6 എല്ലാവർക്കും വരാൻ പറ്റില്ല. അതില് പറഞ്ഞില്ലേ, അത് അതിന്റെ ചില ക്രൈറ്റീരിയാസിലൂടെ മാത്രം വരുന്ന അതിനകത്ത് എത്തിപ്പെടാൻ പറഞ്ഞില്ലേ. ലാസ്റ്റ് വീക്കെൻഡ് വരെ പിടിച്ചിരുന്നില്ലേ? എത്ര കണ്ടസ്റ്റൻസ് പിടിച്ചിരുന്നു ലാസ്റ്റ് വീക്ക് വരെ? ഈ അടുത്ത ഫിനാലെ വീക്കാണ്, തൊട്ട് മുമ്പുള്ള വീക്കിൽ വരെ പിടിച്ചു നിന്നില്ലേ? ലാസ്റ്റ് വീക്കെൻഡിൽ അവർ റാഷ പോകുന്നത് അന്തസ്സോടെ റാഷയ്ക്ക് പറയാം. പിന്നെ ഞങ്ങൾ ഇങ്ങനെ നേരിട്ട് വന്നൊരു ഒരു കണ്ടസ്റ്റന്റിനെ ഡയറക്റ്റ് അടുത്ത സീസൺ സെലക്ട് ചെയ്യാന്ന് പറയാൻ അർത്ഥം എന്തോ? അത്രയേറെ കണ്ടസ്റ്റന്റുകൾ വാല്യൂ നൽകുന്നു എന്നാണ് അർത്ഥം. അത് റാഷ മനസ്സിലാക്കും. സങ്കടം മാറിയോ റാഷ? വിഷമിച്ചിട്ട് പോകട്ടെ ഇവിടുന്ന്. റാഷയുടെ ഒരാൾ കണ്ണുനീര് വീണിട്ട് ഈ ഷോയ്ക്കകത്തൊന്നും സംഭവിക്കരുത്. ഓരോ കണ്ണുനീരിനും ഞങ്ങൾ കൃത്യമായിട്ട് അതിനെ ഞങ്ങളെ വിലമതിക്കുന്നുണ്ട്. അതുകൊണ്ട് പറയാണ്, വളരെ സങ്കടത്തോടുകൂടി, വളരെ വിഷമത്തോടുകൂടി പറയാണ് റാഷ, നിങ്ങളെ വളരെ വിഷമത്തോടുകൂടിയാണ് ഈ അവസരത്തിൽ പറഞ്ഞുവിടാൻ ഞങ്ങളെല്ലാവരും ഈ പറഞ്ഞ കണ്ടസ്റ്റൻസ് പോലും, ഈ പറഞ്ഞ നിങ്ങൾ ഇത്രയും നാൾ ട്രോളിയ കണ്ടസ്റ്റൻസ് പോലും വളരെ വിഷമം ഉണ്ടാവും. അതൊക്കെ ഗെയിമിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ പോകണമെന്ന് ഒരുപക്ഷെ മഹാദേവൻ പറഞ്ഞിട്ടാണ് ശരി, ഒരുപക്ഷെ ഏതൊരു കണ്ടസ്റ്റന്റ് ചിലപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ ഈ ഹൗസിൽ നിന്ന് പോകുമ്പോഴായിരിക്കും നിങ്ങളെ വില ഈ ഹൗസിലുള്ള പല കണ്ടസ്റ്റൻസും മനസ്സിലാക്കാൻ പോകുന്നത്. റഷയെ മിസ് ചെയ്യുന്നു എന്ന് പലരും പറയും. മൻസൂറേ എന്ന് പറഞ്ഞ ആ വിളി അത് പലരും മിസ് ചെയ്യും. റഷ നിങ്ങളൊരു മികച്ച കണ്ടസ്റ്റന്റ് ആയിരുന്നു. റഷ വിഷമിക്കണ്ട. ഓക്കെ, ഇത് ഞാൻ ഒരു തോൽവിയായിട്ടൊന്നും കാണുന്നില്ല. എനിക്ക് ഇനി അവസരങ്ങൾ കിട്ടും, ഞാൻ മുന്നോട്ട് പോകും, അത്രേ ഉള്ളൂ. ഓക്കെ റഷ, അപ്പം വരച്ചു നീട്ടതല്ല, പറഞ്ഞോളൂ. റഷ, റിയൽ ബിഗ് ബോസിൽ ചാൻസ് കിട്ടുവാണെങ്കിൽ അപ്ലൈ ചെയ്യുക. നല്ല രീതിയിൽ ടാലന്റ് കാര്യങ്ങളുണ്ട്. പക്ഷേ ഇവിടെ കാണിച്ച് ഒരു മിസ്റ്റേക്ക് കാണിച്ചിട്ടുണ്ട് റഷ. അത് റഷ അവിടെ ചെന്ന് കാണിക്കല്ലേ. അവിടെ അതിനായ ഒരുപാട് റെസ്ട്രിക്ഷൻ ഉണ്ട്, ഒരുപാട് സ്ട്രിക്റ്റാ. അപ്പൊ അത് മനസ്സിലാക്കി നല്ല രീതിയിൽ കളിക്കുക. റഷ ഒരു ഉപദേശം തരാം, ഞാൻ ഇതുവരെ പറയാത്ത സംഭവമാണ്. റഷ ഈസ് എ ബിഗ് ബോസ് മെറ്റീരിയൽ. റഷ ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ ആണ്. ഏഷ്യാനെറ്റിന്റെ ഒഫീഷ്യൽ ബിഗ് ബോസിൽ ഒരു കണ്ടസ്റ്റന്റ് ആവാനുള്ള എല്ലാവിധ കപ്പാസിറ്റിയും കേപ്പബിലിറ്റിയും റഷയ്ക്കുണ്ട്. റഷ ട്രൈ ചെയ്യുക. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും സഹകരണങ്ങൾ ചെയ്യണമെങ്കിൽ ചെയ്തു തരാൻ പറ്റുന്നതാണെങ്കിൽ ഞങ്ങൾ ചെയ്തു, താല്പര്യം ഉണ്ട് എങ്കിൽ. ഞങ്ങളുടെ ഭാഗത്ത് അങ്ങനെ ഉണ്ട്. ഞാൻ പുറത്തു പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതിന്റെ റൂട്ടൊക്കെ എന്തൊക്കെയാണെന്ന് അറിയാൻ പറ്റുന്ന പല സാഹചര്യങ്ങളും ഈ കൂട്ടത്തിലുള്ള പലർക്കും ഉണ്ട്. അതുകൊണ്ട് മാക്സിമം സപ്പോർട്ടുകൾ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവും. അപ്പൊ സങ്കടപ്പെടരുത്. ആക്ടിവിറ്റി ഏരിയയിലോട്ട് വരിക. ഞങ്ങളെല്ലാം അവിടെ ആക്ടിവിറ്റി ഏരിയ വന്ന് സംസാരിക്കും. അവിടെ വന്ന് കണ്ടസ്റ്റൻസ്, ആക്ടിവിറ്റി ഏരിയയിലെ കണ്ടസ്റ്റൻസ് സംസാരിക്കണം. ഒന്നുകൂടെ പറയാം, ഈ പോകുന്നതിന് മുമ്പ് ഈ ഹൗസിലെ കണ്ടസ്റ്റൻസിനോട് റഷയ്ക്ക് എന്താണ് പറയാനുള്ളത്, ഓരോരുത്തരോടും റഷയ്ക്ക് എന്താണ് പറയാനുള്ളത് ഇതിൽ പറയാം, ഗൂഗിൾ മീറ്റിൽ പറയാം. പറയൂ റഷ. എനിക്കോ പറയാനുള്ള പറയൂ. എനിക്ക് പ്രത്യേകിച്ച് പറയില്ല. എല്ലാരും നന്നായി കളിക്കുക, അടിപൊളി കളിക്കുക, പിന്നെ അത്ര. ഓക്കെ റഷ, മ്യൂട്ട് ചെയ്തോ. റഷ ആക്ടിവിറ്റി ഏരിയയിൽ വരും, നമുക്ക് അവിടെ സംസാരിക്കാം കേട്ടോ. ആക്ടിവിറ്റി ഏരിയയിലോട്ട് വരും. മ്യൂട്ട് ചെയ്തോ. അമൃതയുണ്ടോ? അമൃത, ഈ ഹൗസിലെ കണ്ടസ്റ്റൻസോട് മറ്റ് മത്സരാർത്ഥികളോട് എന്താണ് അമൃതയ്ക്ക് പറയാനുള്ളത്? നന്നായിട്ട് കളിക്കുക. ഇതുവരെ എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ മുന്നോട്ട് പോവുക. എന്താ പറയാനൊന്നും കിട്ടണില്ല. അമൃത, ഈ റഷയെ പോലെ തന്നെ ഞാൻ പറയാം, അമൃതയും ഇതുവരെ എത്തിയിട്ടുണ്ടെങ്കിൽ അത് അമൃതയുടെ കഴിവ് തന്നെയായിരുന്നു. ഞാൻ പ്രത്യേകിച്ച് അമൃതയ്ക്കുള്ള ഒരു കഴിവ് എന്ന് പറഞ്ഞാൽ ഡാൻസ് കളിക്കാനുള്ള കഴിവ്, പാട്ട് പാടാനുള്ളത്. ഈ രണ്ടും ഒരുമിച്ച് അങ്ങനെ ഒരാൾക്ക് കിട്ടുന്നത് വളരെ അപൂർവമാണ്. ഇത് രണ്ടും അമൃതയ്ക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ അമൃതയുടെ പ്രായം എന്ന് പറഞ്ഞാൽ വളരെ ഒരു ചെറിയ പ്രായമാണ്. അപ്പൊ ഇനി ഒരുപാട് അവസരങ്ങൾ അമൃതയെ
തേടി വരാൻ പറ്റുന്ന സാഹചര്യമുണ്ട്. അപ്പൊ അമൃതയും നല്ല ഒരു ഭാവി, നല്ല ഒരു ഫ്യൂച്ചർ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസകൾ നേരുന്നു. ശിരാജരാ അമൃത, ആ മുമ്പ് പറഞ്ഞ ഒരു കാര്യം, ഒരു ടാലന്റ് ഉണ്ട്, ഡാൻസ് ചെയ്യാനുള്ള ഒരു ടാലന്റ് ഉണ്ട്. അതിനെ നല്ല രീതിയിൽ യൂസ് ചെയ്യുവാണെങ്കിൽ ഭാവിയിൽ ഒരുപാട് സ്റ്റേജ് പെർഫോമൻസ് കിട്ടും. പിന്നെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, അന്ന് ഓഡിഷൻ ചെയ്ത സമയത്ത് ആ ബാക്കിൽ കുറെ ട്രോഫീസ് കാര്യങ്ങൾ ഇരിപ്പുണ്ട്. അപ്പൊ അത് ഇനിയും കൂട്ടണമെങ്കിൽ ഇതുപോലെ ഒരുപാട് കോമ്പറ്റീഷൻസ്, ഒരുപാട് പ്ലാറ്റ്ഫോംസ് വരും. അപ്പം ഈ പറയുന്ന അമൃത ട്രൈ ചെയ്യുക, അതിനു വേണ്ടി മാക്സിമം ട്രൈ ചെയ്താൽ ലൈഫിൽ എവിടെയെങ്കിലും എത്തിപ്പെടാൻ. അപ്പം ഓൾ ദ ബെസ്റ്റ്. ഞാൻ മൈക്ക് മ്യൂട്ട് ശ്രദ്ധിച്ചില്ല. അപ്പോ നമ്മളെ ഷോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. കണ്ടസ്റ്റൻസ് എല്ലാവരും ആക്ടിവിറ്റി ഏരിയയിലേക്ക് വരിക, നമുക്കെല്ലാം അവിടെ സംസാരിക്കാം. അപ്പോൾ അടുത്ത ഫിനാലെ വീക്കിൽ ശക്തമായിട്ടുള്ള കണ്ടസ്റ്റൻസ് ഉണ്ടാകട്ടെ, അവരും ശക്തമായിട്ടൊരു വിജയി ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസകൾ നിർത്തുന്നു. സൈനിങ് ഓഫ് ശ്രീരാജ്. ബൈ. എല്ലാവർക്കും ഇറങ്ങാം. നമ്മുടെ അവസാന വീക്കെൻഡ് എപ്പിസോഡാണ്. അപ്പൊ എല്ലാവർക്കും ബൈ 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 ഓൾ. ബൈ. ഹലോ എല്ലാവരും ലീവ് ചെയ്തോളൂ. ആക്ടിവിറ്റി ഏരിയയിലേക്ക് പോയിക്കോ. ബൈ. അതെ ബൈ. മഹാദേവേ പോ. ബൈ. സ്കീർ കോഡ് ഓഫ് അല്ലേ? സ്കീർ കോഡ് ഓഫ് ആണോ?